അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവ് ലജ്ജിക്കാൻ ഇടയാക്കില്ല എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരിച്ചോര് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കട ചൂടിയവനെ, കർത്താവേ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള്, കർത്താവേ, ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങൾ ആസ്പിക്കാൻ നടത്തിയ കർത്താവേ, നിന്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിന് വേണ്ടിയാണോ, ഏത് കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിന് കർത്താവ് ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സാമ്പത്തിക വിഷയമാകാം, കോടതി കേസാകാം, വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം, അല്ലെങ്കിൽ
പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കത്താകാം, അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം, അല്ലെങ്കിൽ ഒരു അനുവാദമാകാം. എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ആ തടസ്സമെല്ലാം 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. രോഗികൾ, പീഡിതര്, മനപ്രയാസമുള്ളവർ, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ, മക്കളെ ഓർത്ത് വേദി കൊള്ളുന്നവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, കർത്താവ് അവർക്കെല്ലാം കർത്താവേ നിന്റെ സാധ്യത നൽകിയ ഒരു പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. പീഡിതരെ, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ഭീഷണിക്ക് വന്നിരിക്കുന്നവരെ, ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ, അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ, കർത്താവിൻ്റെ കരുണ അവിടെ സ്ഥാപിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോട് കൊണ്ടുവന്ന് അളിച്ച കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തെ നിന്നെ ആശീർവദിക്കുന്നു. ഈ ദിവസങ്ങളൊരു വലിയ വിസ്തൃതമായ ചിന്ത മനസ്സിൽ വന്ന് നിക്കിയ സുനഹദോസിലെ ആണ് നമ്മുടെ വിശ്വാസ പ്രമാണം ക്രോഡീകരിച്ചത്. വിശ്വാസ പ്രമാണത്തിൻ്റെ ക്രോഡീകരണത്തിലെ വിശുദ്ധ എസ്തപ്പാനോസിനുള്ള പങ്ക് കഴിഞ്ഞ ദിവസം ആൾത്താറ എന്നപ്പോൾ ഈശോ പറഞ്ഞാണ് ഇത് ഈ നിക്കിയ സുനഹദോസും എസ്തപ്പാനോസും തമ്മിൽ ബന്ധമുണ്ടെന്ന്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഞാൻ കുറച്ചു നേരം വിസ്മയിച്ചിരുന്നത്. അതായത് AD 325 നിക്കിയ സുനഹദോസിൽ നമ്മൾ ഇന്നത്തെ ഏറ്റവും സഭയുടെ ശക്തിയായ വിശ്വാസ പ്രമാണം ക്രോഡീകരിക്കപ്പെട്ടത്. അപ്പം അതിൻ്റെ വാർഷികത്തിലാണ് കഴിഞ്ഞ ദിവസം നിക്കിയയിൽ തുർക്കിയിൽ നമ്മുടെ പരിശുദ്ധ പിതാവ് പോയത്. അപ്പോൾ പരിശുദ്ധ പിതാവ് അവിടെ ചെന്നപ്പോൾ അവിടെ സിറിയൻ ഓർത്തഡോക്സ് പാർത്തിയാർക്കിസ്, അലക്സാണ്ട്രിയൻ ഓർത്തഡോക്സ് പാർത്തിയാർക്കിസ് അവരൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കേരളത്തിൽ കുറേ ആവാന്തര സഭകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ ആരെയും പ്രതിനിധി അവിടെ ഇല്ല. നിക്കിയ സുനഹദോസിൻ്റെ കാലത്തുണ്ടായിരുന്ന അലക്സാണ്ട്രിയൻ പാർത്തിയാർക്കിസ്, സിറിയൻ ഓർത്തഡോക്സ് പാർത്തിയാർക്കിസ്, അതുപോലെ തന്നെ റോമൻ പാർത്തിയാർക്കിസ് അവരെല്ലാം അവിടെ സംഘടിപ്പിച്ച് കൂടിയത്. അപ്പം അന്ന് വിശ്വാസ പ്രമാണത്തിന് എടുത്ത ഒരു വിശ്വാസത്തിൻ്റെ ഒരു സംഭവം എന്താണ്? അതായത് അവിടുന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അപ്പം പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു അത് ആദിമസഭയുടെ ഏറ്റവും വലിയ വിശ്വാസങ്ങളിലൊന്നാണത്. കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമ്മുടെ ഈ 26:64 മത്തായിയുടെ സുവിശേഷം, മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകുമെന്ന്. മത്തായി 26:64. യേശു അവനോട് പറഞ്ഞു, നീ പറഞ്ഞുവല്ലോ, എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. അപ്പൊ അത് ക്രിസ്തു വെളിപ്പെടുത്തിയ സ്വർഗീയ രഹസ്യമാണ്. നിങ്ങൾ കാണുമെന്നാ പറഞ്ഞത്. പക്ഷെ ആദ്യം കണ്ടതാരാ? പിതാവിന്റെ വലതുഭാഗത്ത്, ശക്തിയുടെ വലതുഭാഗത്ത് ഈശോ ഇരിക്കണ കണ്ടതാരാ? സ്റ്റീഫനാ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:55. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അപ്പൊ നിങ്ങൾ കാണുമെന്ന ഈശോ പറഞ്ഞത്. പക്ഷെ ആദ്യം കണ്ടതാരാ? എസ്തപ്പാനോസിന്റെ ആ കാഴ്ച ആദിമസഭയുടെ കാഴ്ചയാണ്.
നിക്കായ സുനദോസ് ക്രോഡീകരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്നും പറയണത്. അതാ നിക്കായ സുനദോസിൻ്റെ ക്രോഡീകരണത്തിൽ എസ്തഫാനോസിൻ്റെ പങ്കെന്ന് പറഞ്ഞത് നിസ്സാര പങ്കല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ കാണുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടതാണ്, നമുക്കിത് കാണുന്നതിനൊരു കുഴപ്പമൊന്നുമില്ല. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി സഹിക്കുന്നുവെന്ന് കർത്താവിന് മനസ്സിലായാൽ ആ സഹിക്കുന്ന സത്യസന്ധനായ വിശ്വാസി കാണേണ്ട സ്വർഗക്കാഴ്ച ദൈവം അവനെ കാണിക്കും. ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗത്തിൻ്റെ കാഴ്ച കാണണം. അതാണ് വിശ്വാസം ഉയർത്തുന്ന വെല്ലുവിളി. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. സാക്ഷ്യം പറയുന്നതിന് വേണ്ടി എന്നെ ഉയർത്തിയതിന് ദൈവമാതാവിനും ഈശോയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. 2019 ആദ്യമായിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് ഷൈനി, കാസർഗോഡ് ജില്ലയിൽ നിന്നും വരുന്നു. ഞാനൊരു അധ്യാപികയാണ്. ഇതെൻ്റെ മകൾ ദിവ്യ, സൈക്കോളജിസ്റ്റാണ്. 2019 ഓൺലൈൻ ഉടമ്പടി എടുത്തതിനെ തുടർന്ന് എനിക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും ഒക്കെയും മുൻ സാക്ഷ്യത്തിൽ വളരെ വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. രോഗസൗഖ്യങ്ങളിലൂടെ പോയപ്പോഴുണ്ടായിരുന്ന അനുഭവങ്ങളാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2022 ഞാനിവിടെ നേരിട്ട് വന്ന് ഉടമ്പടി എടുക്കുകയും തുടർന്നും ഉടമ്പടി ജീവിതത്തിൽ ഇത് 11ാമത്തെ തവണ ഉടമ്പടി പുതുക്കിയപ്പോഴും എനിക്കുണ്ടായിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് വെറുതെ അനുഭവം മാത്രമല്ല, ഒരു അനുഭൂതിയായിട്ട് മാറുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. ഒരു പക്ഷേ കഴിഞ്ഞ ഉടമ്പടികളിലൊന്നും തന്നെ ഞാൻ നിയോഗങ്ങളായിട്ട് എൻ്റെ ആവശ്യങ്ങൾ വയ്ക്കാറില്ല. ദൈവത്തിൻ്റെ കൃപ നിറയുന്നതിന് വേണ്ടിയുള്ള വാക്കുകൾ മാത്രമാണ് കൂടുതലും അതിൽ രേഖപ്പെടുത്താറുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തും. ബാക്കി എൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ വെക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. എങ്കിലും നിയോഗമായിട്ട് എനിക്ക് മനസ്സിലേക്ക് കൊണ്ടുവന്നിരുന്ന കാര്യങ്ങളെ പരിശുദ്ധ അമ്മ വഴി എനിക്ക് വളരെയധികം നന്നായിട്ട് തന്നെ അനുഭവയോഗ്യമാക്കി തന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആദ്യമായിട്ട് എൻ്റെ നിയോഗത്തിലൊന്ന് എൻ്റെ മകൾ, മൂത്ത മകൾ, അവളിവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. എങ്കിലും എൻ്റെ ആവശ്യകതയിൽ ഒന്ന് അവളുടെ PhD ആയിരുന്നു. അവൾ MSc ഫിസിക്സ് കഴിഞ്ഞതാണ്. PhD അവൾക്ക് അടുത്ത കാലത്ത് വിചാരിക്കുന്ന അതേ വിഷയത്തിൽ തന്നെ ലഭിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ നിയോഗസാക്ഷ്യം എന്ന് പറയാനുള്ളത്. അവളിവിടെ വന്നിരുന്നു, പക്ഷേ 3 വർഷം കഴിഞ്ഞതിന് ശേഷം അത് ഈ അൾത്താരയിൽ പറഞ്ഞാൽ മതി എന്നുള്ളത് കൊണ്ടാണ് വിശദമായിട്ട് പറയാതിരിക്കുന്നത്. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് മകൾ, ഇവൾക്ക് MSc സൈക്കോളജി കഴിഞ്ഞ് ഉടൻ തന്നെ താൽക്കാലികമായി ജോലി ലഭിച്ചെങ്കിലും സ്ഥിരമായിട്ടുള്ളൊരു ജോലി ലഭിക്കണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഒരു ആഗ്രഹം. അതോടൊപ്പം തന്നെ PhDയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ജോലി ഇപ്പോൾ ലഭിച്ചു എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ അവൾ സംസാരിച്ചോളും. എന്തായാലും ആ ജോലി നൽകി അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഓരോ ദിവസവും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അനുഭവ സാക്ഷ്യങ്ങൾ തന്നെയാണ്, പക്ഷേ എല്ലാം ഒന്നും നമുക്കിവിടെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അനുഭവങ്ങൾ ഓരോ ദിവസവും ഞാൻ ഉടമ്പടിയിലൂടെ ജീവിതം കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചത് അനുഭവം എന്തെങ്കിലും എൻ്റേതായിട്ടുണ്ടായതെന്ന് എനിക്ക് പറയാനില്ല. എല്ലാം അമ്മ നൽകുന്ന അനുഗ്രഹങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് വളരെയധികം സന്തോഷിക്കുന്നു. ഇനി എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണമെങ്കിൽ അവരുടെ ഒക്കെ ആ ഒരു ആവശ്യങ്ങളോ അല്ലെങ്കിൽ അനുഭവങ്ങളോ കാണുമ്പോൾ എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നു എന്നുള്ളത് ദൈവികമായ ഒരു സാന്നിധ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തക ആക്സിഡൻറ്റ് പറ്റി അവൾ ഒരു വർഷത്തോളം അതുമായി ബുദ്ധിമുട്ടുകയായിരുന്നു. അവൾക്ക് നടന്നു പോയി, ഞങ്ങളുടെ സ്കൂളിലാണ്, സ്കൂളിൽ നിന്ന് മുകൾ വശത്ത് നിന്ന് നടന്ന് താഴെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ആദ്യമൊന്നും എനിക്കതങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് തോന്നിയില്ല, ജസ്റ്റ് ഞാൻ പറയുകയേ ചെയ്തുള്ളൂ. പക്ഷെ ഒരു ദിവസം എനിക്ക് അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്തിന് കാലിന് വയ്യാതായി, കാല് ഉളുക്കിപ്പോയതോ എന്തോ ആണ്, കുറേ ഒടിഞ്ഞു പോകുന്ന സംതിങ്, എന്തായാലും അവൾക്കും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നു. പക്ഷെ ഞാൻ അതിലും പ്രത്യേകിച്ചൊന്നും പറയാതെ എൻ്റെ പ്രാർത്ഥനയിൽ ചെറുതായിട്ടൊന്ന് ചേർത്തത് മാത്രമേ ഉള്ളൂ. കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്കത് എൻ്റെ അമ്മ എന്നെ ബോധ്യപ്പെടുത്തി തരികയായിരുന്നു.
സാധാരണഗതിയിൽ ഞാൻ വളരെ വേഗം എൻ്റെ തൈലം കൊണ്ടുപോയിട്ട് അവർക്ക് പുരട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കുകയൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ ഇവർക്ക് ഞാൻ എന്തുകൊണ്ടോ അത് ചെയ്തില്ല, എനിക്കങ്ങനെ തോന്നിയില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്ക് പെട്ടെന്ന് എൻ്റെ കൈക്കൊരു വേദന വരുന്നു, ലെഫ്റ്റ് കൈ, ഈ കൈക്കൊരു വേദന വരുന്നു. അതുപോലെ ചെറിയ നടുവേദന, എനിക്ക് സാധാരണ നടുവേദനയൊന്നും ഉണ്ടാവാറില്ല. ഈ 2 വേദന വരുമ്പോൾ ഞാനത് രോഗമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, പകരം അതെനിക്ക് എന്തോ ഒരു സൂചനയാണെന്നുള്ള തിരിച്ചറിവാണ് കിട്ടിയത്. ഉടനെ തന്നെ ഞാനത് ഓർമ്മിച്ചു. എൻ്റെ ഈ പറയുന്ന ഒരു സുഹൃത്തിന് സ്ഥിരമായിട്ട് ഡിസ്ക്, സ്കൂട്ടി തന്നെ ഓടിച്ചു പോകാൻ പറ്റാത്ത രീതിയിൽ വേദനയാണ്. അതെന്നും പറയാറുണ്ടെങ്കിലും ഞാൻ അതിന് തൈലമൊന്നും തടവി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്നും പറയുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അവളുടെ കാലിന് ഈ പറയുന്ന പ്രശ്നങ്ങൾ വന്നു. പക്ഷെ ഉടനടി തന്നെ ഞാൻ അവളെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയല്ലേ, ഇന്നെടുത്ത് കൃത്യമായിട്ടൊന്ന് എന്നോട് പറയുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞ നിമിഷം മുതൽ ഞാൻ അവൾക്ക് വേണ്ടി എൻ്റെ നടുവിന് ഞാൻ തൈലം പുരട്ടുകയും പിറ്റീട് തൊട്ടടുത്ത ദിവസം അവളുടെ കാലിന് പോയിട്ട് ഞാൻ എൻ്റെ തൈലം അവളുടെ പാദങ്ങളിൽ പുരട്ടി കൊടുക്കുകയും ചെയ്തു. അവരുടെ വരാത്തതുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, എങ്കിലും ആ തൈലത്തിൻ്റെ ഒരു ഉപയോഗം എനിക്കത് പറയാതിരിക്കാൻ കഴിയുമോ എന്നറിയില്ല. എങ്കിലും ഞാൻ അത് ചെയ്തതുകൊണ്ട് തന്നെ അവരിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വരുന്നൊരു കാലത്ത് നമുക്കതിന് സാധിക്കുമെന്ന് പറയാം. 1 മാസത്തിനിടയിൽ അവർക്ക് സൗഖ്യം പ്രാപിച്ചവർ ഭക്ഷണം കഴിക്കാൻ നടന്നു പോകാൻ തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു തൈലത്തിൻ്റെ, എൻ്റെ തൈലം ഉപയോഗിച്ചതുകൊണ്ടുള്ള ഫലം എന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റെ മറ്റേ സുഹൃത്തിനും അതുപോലെ തന്നെ ചെയ്തു. അവരും 1 വർഷത്തോളം നടക്കാതിരുന്ന ആൾ പിന്നീട് സുഖമായിട്ട് നടക്കുന്ന രീതിയിലേക്ക് തൈലത്തിൻ്റെ ഉപയോഗം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഇവിടുത്തെ അമ്മയുടെ തിരുത്തൈലം കൊണ്ട് സാധ്യമായിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ കാലിന്, അതുകൂടെ ഒന്ന് പറയട്ടെ, എന്നിട്ട് ഞാൻ വേഗം പറയാം. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, അതൊന്നും പറയുന്നില്ല. എൻ്റെ കാലിന് ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇതുപോലെ ശക്തമായിട്ട് തട്ടി ഞാനങ്ങ് വീണു എന്ന് പറഞ്ഞാൽ നല്ലോണം വീണില്ല. പക്ഷേ സിമെൻറ്റിൻ്റെ സൈഡിൽ കൊണ്ടതുകൊണ്ട് തന്നെ ആഴത്തിലുള്ളൊരു മുറിവായിരുന്നു. പക്ഷെ ഞാനത് അത്ര എൻ്റെ മുറിവുകളൊന്നും വലിയ കാര്യമാക്കാത്തത് കൊണ്ട് തന്നെ ആ മുറിവ് കുറച്ച് ഉള്ളതാണ്. പക്ഷേ അതിനെ ഞാനൊന്നും കളഞ്ഞിരുന്നില്ല, അത് അത്ര ശ്രദ്ധിക്കാതെ പോയി. പക്ഷെ 1 മാസമായിട്ടും എൻ്റെ ആ മുറിവ് ഉണങ്ങിപ്പോകാതിരുന്ന ഒരു ദിവസം എൻ്റെ മകൾ എന്നോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാല് മുറിച്ച് മാറ്റേണ്ടി വരും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അമ്മ ഇത് വേഗം കൊണ്ട് ആസ്പത്രിയിൽ കാണിക്കണം എന്ന് പറയുമ്പോഴാണ് ഞാൻ അതിൻ്റെ ഗൗരവം ഒന്നും കൂടി കണ്ടത്. അപ്പോഴത്തേക്കും ഏകദേശം ഒരു 4-5 വട്ടത്തിൽ അത് ചൊറിഞ്ഞ് വരുന്ന രീതിയിലേക്ക് മാറുകയായിരുന്നു. ആഴം അവിടെ തന്നെ ഉണ്ട്. പെട്ടെന്ന് തന്നെ ഏതായാലും ഹോസ്പിറ്റലിൽ പോകണമെന്ന് മോള് പറയുമ്പോഴും ആദ്യം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഈ തൈലം ഇന്ന് പുരട്ടുകയാണ്, നാളെ ഇത് ഞാൻ പുരട്ടിയാൽ ആസ്പത്രിയിൽ പോകാനുള്ള ഇടയുണ്ടാവരുത്, എനിക്കിത് കരിഞ്ഞു പോയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആ ചൊറിയുന്ന ഭയങ്കര ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു, അതങ്ങ് മാറിപ്പോകണമെന്ന് പറയും. തൊട്ടടുത്ത ദിവസം തന്നെ എനിക്ക് 2ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും അത് പൂർണ്ണമായും സൗഖ്യപ്പെടുന്ന രീതിയിലേക്ക്, മുറിവ് ഉണങ്ങി വരുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. പിന്നീട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു എൻ്റെ സാക്ഷ്യമായിട്ട്, തൈലത്തിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണമെങ്കിൽ ഞാൻ എൻ്റെ പത്രങ്ങളൊക്കെയും കിട്ടിയ ഉടനെ തന്നെ ആർക്കൊക്കെയാണോ അവർക്കൊക്കെയും ഞാൻ കൊടുക്കും. പിന്നെ സ്പെഷ്യലായിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ 1-2 എണ്ണം സൂക്ഷിച്ച് വെക്കും. ചിലപ്പോൾ അത് ആവശ്യമെന്ന് തോന്നുന്ന ചിലരുണ്ട് എൻ്റെ മുന്നിലെത്തുന്നത്. ഇവിടെ വരുന്നതിന് മുന്നേ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ പത്രങ്ങൾ സൂക്ഷിച്ച് വെക്കും, അവർക്ക് കൊടുക്കുകയും ചെയ്യും. പിന്നെ എൻ്റെ യൂട്യൂബിലുള്ള വരുന്ന എല്ലാ ഇതുപോലെ തന്നെ സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കാറുണ്ട്. എൻ്റെ ഫ്രീ ആയിരിക്കുന്ന സമയമോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയമൊക്കെയും സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഉപയോഗപ്പെടുത്തും. അത് അനിവാര്യമാണ്, ഇന്നൊരാൾക്ക് അനിവാര്യമാണെന്ന് തോന്നുമ്പോൾ ഞാൻ അവർക്ക് തന്നെ അത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ എല്ലാ ഉടമ്പടി പ്രാർത്ഥനകളിലും എല്ലാത്തിലും തന്നെ ഞാൻ അതുപോലെ തന്നെ പങ്കെടുക്കാറുണ്ട്. അങ്ങനെയുള്ള സൗഖ്യങ്ങളും എനിക്ക് ഓരോ നിമിഷവും അനുഭവിക്കുമ്പോൾ എനിക്ക് ആ സുഖം അനുഭവിക്കാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വസ്തുത. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയണമെങ്കിൽ ഞാൻ എൻ്റെ സമീപത്തു തന്നെയുള്ള പ്രദേശങ്ങളിലുള്ള അനാഥാലയങ്ങളിലും അതുപോലെ തന്നെ കുട്ടികളെ പിന്നെ അതായത് ഡിസബിലിറ്റി ആയിരിക്കുന്ന മക്കളെ നോക്കുന്ന സെൻറ്ററുകളുണ്ട്, അവിടെയൊക്കെ പോവുകയും അവർക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കും. പിന്നെ അവരോടൊപ്പം കുറച്ച് സമയം കളിക്കും. ഇങ്ങനെയുള്ളൊരു ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങൾ ഞാൻ അങ്ങനെ കണ്ടെത്താറുണ്ട്. പിന്നെ വൃദ്ധസദനങ്ങൾ, എൻ്റെ അടുത്തുള്ള വൃദ്ധസദന അമ്മമാരും അപ്പപ്പന്മാരൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നീട് ഏതെങ്കിലും പോകുന്ന വഴിയോരങ്ങളിൽ കടന്നു പോകുന്ന മനുഷ്യരെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണെങ്കിൽ, കുറച്ച് കാലം മുമ്പൊക്കെ നമ്മൾ അധികം
എന്ന് ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ ഒരു ചെറിയ തൊട്ട് കൊടുക്കുക എന്നല്ലാതെ ഇപ്പം ഞാൻ അങ്ങനെ ആരെങ്കിലും കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു അന്വേഷണം എൻ്റെ കണ്ണുകൾ വെറുതെ, ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ വെറുതെ ചുറ്റിലും നോക്കിക്കൊണ്ടാണ് പോവുക. എവിടെയെങ്കിലും ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് ആപ്റ്റാതാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉടനടി അവരുടെ അടുത്ത് പോയി എനിക്ക് കഴിയാവുന്ന സഹായം ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടാണോ ഇനി പൈസ കൊണ്ടാണോ എങ്ങനെയാണോ അവരെ സഹായിക്കേണ്ടത് അത് ചെയ്യാൻ കഴിയുമെന്നുള്ളതും അമ്മ നൽകിയ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ പറഞ്ഞാൽ തീരില്ല ശരിക്കും പറഞ്ഞാൽ, പക്ഷെ അത്രയൊന്നും ഞാൻ പറയുന്നില്ല. ഇനി കുറച്ച് സമയം ഞാൻ മകൾക്കും കൂടി അവളുടെ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൊടുക്കുകയാണ്. നന്ദി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ദിവ്യ. നമ്മൾ കാസർഗോഡ് നിന്നാണ് വരുന്നത്. ഞാൻ 2025 ഏപ്രിൽ 25 ആദ്യം ഓൺലൈൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഓഫ്ലൈൻ ഉടമ്പടി ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത്. അതിനു മുന്നേ ഓൺലൈൻ ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും തീക്ഷ്ണമായിട്ട് ഞാൻ ചെയ്തത് ഇവിടെ വന്നിട്ട് തന്നെയായിരുന്നു. ഏപ്രിൽ 25 വെച്ച് മെയ് 1.5 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ PhDക്ക് വേണ്ടിയിട്ടും എനിക്കൊരു സ്റ്റേൺ ആയിട്ടുള്ള ഒരു ജോബ്, ഒരു നല്ലൊരു ജോബിന് വേണ്ടിയിട്ടും കൂടിയായിരുന്നു ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ മുന്നേ മെഡിക്കൽ കോളേജിൽ ഫാക്കൽറ്റി ആയിട്ടും സൈക്കോളജിസ്റ്റായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഗസ്റ്റായിട്ടായിരുന്നു. അതൊരു ടെമ്പററി ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോബ് വേണം എന്നുള്ളൊരു എല്ലാ യൂത്ത്സിൻ്റെ ഒരു ആഗ്രഹം പോലെ തന്നെ, യൂത്ത്സ് എന്നല്ല എല്ലാ ആൾക്കാരുടെ ഒരു ആഗ്രഹം പോലെ തന്നെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാലത്തോളം ഞാൻ ശക്തമായ പ്രാർത്ഥനയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 1.5 മാസത്തിന് ശേഷം എനിക്ക് വേറെ ഒരു ജോബ് അപ്പോയിൻമെൻറ്റ് വരികയും ജൂൺ 1 തന്നെ ജോയിൻ ആവണമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി. അതുകൊണ്ട് തന്നെ ഞാൻ റിസൈൻ ലെറ്ററും ചെയ്തു, അതായത് റെസിഗ്നേഷൻ ഞാൻ ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് മെഡിക്കൽ കോളേജ് ജോബ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ജൂൺ 1 ഞാൻ ജോയിൻ ആവാൻ പോയ ആ ഒരു ജോബിലേക്ക് അവർ പറഞ്ഞു, കുറച്ച് നാൾ കഴിഞ്ഞിട്ടതിന് ശേഷം അവർ പറഞ്ഞു, ഓക്കെ നിൻ്റെ ഈ ജോബ് എന്താണെന്നറിയില്ല, അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്തോ ഒരു പ്രശ്നം പറഞ്ഞത് ക്യാൻസലായി. അതായത് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞിട്ടും ക്യാൻസലായി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊരു 0 മെറിറ്റ് എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. 2 ജോബും ഇല്ല. ഒരു 3 മാസക്കാലത്തോളം ഞാൻ ചുമ്മാ വീട്ടിലിരിക്കുമായിരുന്നു. പക്ഷേ അതേ സമയത്ത് ഞാൻ എൻ്റെ PhDൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു ടൈമിലായിരുന്നു എൻ്റെ ഒരു PhDൻ്റെ എൻട്രൻസ് എക്സാം വന്നു. ഞാൻ പാസ്സായി, മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് തന്നെ പാസ്സായി. ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം പൊതുവേ ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ആ ടൈമിൽ ഞാൻ പ്രസൻറ്റ് ചെയ്ത പേപ്പേഴ്സും ഇൻ്റർനാഷണൽ ലെവൽ പേപ്പർ പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ എന്തൊക്കെയാണോ ചെയ്തത് എനിക്ക് അതിൻ്റെ 1% പോലും പറയാൻ പറ്റാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്റ്റാഗ്നേറ്റ് ആയിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു ഞാൻ നിന്നത്. പക്ഷേ ഞാൻ സംഭവം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ എന്നിട്ട് എനിക്ക് ഇൻ്റർവ്യൂവിന് ഓക്കെ അവർ സെലക്ട് ആയി എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആയിരുന്നു എനിക്ക് ഗവൺമെൻറ് കോളേജിൽ തന്നെയായിരുന്നു കിട്ടിയത്. അഡ്മിഷൻ പ്രോസസ്സും കാര്യമൊക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് എൻ്റെ ഗൈഡ് HOD എന്നെ വിളിക്കുകയാണ്. അവസാന നിമിഷത്തേക്ക് എന്നെ വിളിക്കുകയാണ്, ദിവ്യ ഈ പ്രാവശ്യം നീ ട്രൈ ചെയ്യണ്ട, അഡ്മിഷൻ ക്യാൻസലാക്കി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഓരോ സമയവും ആ മാമിനോട് സംസാരിക്കുമ്പോഴും ആ മാം ഭയങ്കര റൂഡായിട്ടുള്ള രീതിയിലായിരുന്നു സംസാരിച്ചതും ഭയങ്കര ഒരു ദേഷ്യപ്പെടുന്ന രീതിയിലായിരുന്നു സംസാരിച്ചത്. പിന്നീട് ആണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആ മാമിൻ്റെ അണ്ടറിൽ ഒരു സ്റ്റുഡൻസും നിൽക്കുന്നില്ല. കാരണം ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള, അതായത് ഒരാൾ PhD ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ഗൈഡാണ് ആവശ്യം, എപ്പാർട്ട് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എനിക്ക് അത് ചിലപ്പോൾ ഒരു മാതാവ് മുൻകൂട്ടി തന്നതായിരിക്കാം. ഞാൻ ആ സമയത്ത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, എനിക്ക് ആ സമയത്ത് PhD എനിക്ക് വേണമായിരുന്നു എന്ന്. പക്ഷേ ആ മാമിൻ്റെ അണ്ടറിലായിരുന്നു ഞാൻ ചെയ്യുന്നതും. ഭയങ്കര ടോക്സിക് ആയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. മാതാവിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനിൽ ഞാൻ അവിടുന്ന് എനിക്ക് അത് എങ്ങനെയോ നാച്ചുറലി റിമൂവ് ആയി. പക്ഷേ എന്നിരുന്നാലും ഞാൻ ആ സമയത്തും ഞാൻ മാതാവിനൊന്നും പറഞ്ഞേ ഇല്ല. ഞാൻ മാതാവിനോട് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. തമിഴ്നാട്ടിലായിരുന്നു എൻ്റെ സെൻറ്റർ വന്നത്. പക്ഷേ ഞാൻ തിരിച്ച് ട്രെയിനിൽ പോകുന്ന സമയത്തും ഡിസബിലിറ്റി കോച്ചിൽ ഞാൻ കയറുകയാണ് ഉണ്ടായത്. കാരണം ഒരുപാട് തിരക്കായതുകൊണ്ട് ഞാൻ ചുമ്മാ കയറിപ്പോയി. അപ്പോൾ എനിക്ക് ചെറിയൊരു പേരിന് കുറേ നേരം ഇരിക്കുമ്പോൾ ചെറിയൊരു നടുവിന് വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ പോലീസിനോട് ഞാനിത് പറഞ്ഞാൽ എന്തായാലും അവർ സമ്മതിക്കത്തില്ല, എന്നാലും ഒന്ന് പറഞ്ഞു നോക്കാം
നോക്കാം. എന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞു, അവരെല്ലാവരും പുറത്തേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ മാത്രം അവിടെ ഇരുന്നു. ഞാൻ അവിടെ നിന്ന് കാസർഗോഡ് കണ്ണൂർ പയ്യന്നൂർ എന്നുള്ള ആ ഒരു സ്റ്റേഷൻ വരെ അവിടെയുള്ള ഡിസബിൾഡ് ആയിട്ടുള്ള ഹൈന്ദവൻ, ക്രൈസ്തവൻ, മുസൽമാൻ, ജാതിമത ഭേദമന്യേ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ വേദന മാത്രമായിരുന്നു ഞാൻ ആ സമയത്ത് കണ്ടത്. ഞാൻ ആ സമയം വരെ ട്രെയിനിൽ കയറി അവിടെ ഞാൻ എവിടെയാണോ എൻ്റെ സ്റ്റേഷൻ അതുവരെ ഞാൻ മാതാവിനെ പറ്റി പ്രഘോഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആ ഡിസബിലിറ്റി കോച്ചിൽ ഞാൻ എല്ലാവരോടും മാതാവിൻ്റെ കൃപാസനത്തിൽ രോഗസൗഖ്യത്തിനെ പറ്റിയിട്ടും എനിക്ക് വന്ന അനുഭവങ്ങളെ പറ്റിയിട്ടും മാത്രം ഞാൻ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുമായിരുന്നു. എങ്ങനെയാണോ ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ ഒരു കുട്ടികളോട് പറയുന്നത് ആ രീതിയിലായിരുന്നു. കാരണം അവിടെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ളത് ഞാനാണ്. എത്രയോ പ്രായം 75-80 തികഞ്ഞ ആൾക്കാരായിരുന്നു അവിടെ നിന്നത്. അവിടെ നിന്ന് ഒരു ഉപ്പൂപ്പാന്ന് വേണമെങ്കിൽ പറയാം. ആൾക്ക് ത്രോട്ടിൽ ക്യാൻസർ ആയിരുന്നു. ആൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ നെറ്റിയിൽ തടവിക്കൊണ്ട് നന്മ നിറഞ്ഞ മറിയമേന്ന് ചൊല്ലുമ്പോൾ അതേ സമയത്ത് ആ ഉപ്പൂപ്പ ബാക്കി മാതാവിനെ പറ്റി പ്രഘോഷിക്കുന്ന പാട്ടായിരുന്നു പാടിയത്. അതെനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഞാൻ ആ സമയത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി, എന്നാലും ഞാൻ പ്രോമിസ് ചെയ്തു ഒരു നിമിഷം പോലും ഞാൻ എൻ്റെ മാതാവിനെ എതിരായിട്ട് ഞാൻ പറയില്ല. കാരണം നീ ഇത്രയും എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിനക്കറിയാം എൻ്റെ ഭാവിയുള്ള ജീവിതം എങ്ങനെയായിരിക്കുന്നു. അപ്പോൾ ഞാൻ പത്രങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. തമിഴ്നാട്ടിലെ എല്ലാ ചേച്ചിമാർക്കും അവർക്കൊക്കെ പത്രം കൊടുത്തുകൊണ്ടിരുന്നു. ആ സമയത്ത് പിറ്റേ ദിവസം, അതായത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പിറ്റേ ദിവസം ധ്യാനത്തിന്, ചൊവ്വാഴ്ച നമ്മുടെ ഇവിടെ ധ്യാനത്തിന് ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു തോട്ട് വരികയാണ്, 10 മിനിറ്റിനുള്ളിൽ നിനക്കൊരു ജോബ്, ഒരു നല്ലൊരു ജോബ് ഓഫർ വരും എന്നുള്ളൊരു മെസ്സേജ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. മെസ്സേജ് ഇങ്ങനെ ഗട്ട് ഫീലിംഗ് പോലെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. കറക്റ്റ് ആ 10 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്കൊരു കോൾ വന്നു. അതായത് വി ആർ കോളിംഗ് ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ സമയത്ത് എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ എപ്പോഴാണ് അപ്ലൈ ചെയ്തത്. ഞാൻ ഒരുപാട് അപ്ലൈ ചെയ്തു, പക്ഷേ എനിക്ക് ഓർമ്മയില്ല ഞാനിത് എപ്പോഴാണ് അപ്ലൈ ചെയ്തതെന്ന്. 3-4 ദിവസത്തിനുള്ളിൽ പെട്ടെന്നായിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു, മാതാവേ ഇത് നീ തന്നതാണെങ്കിൽ എനിക്ക് നീ ആണെന്നുള്ളതിൻ്റെ ഒരു സൈൻ എനിക്ക് കാണിച്ചു തരണം. കാരണം എല്ലാവരും ഇതുപോലെ പറയും, അവർക്ക് റീസണിങ്ങും ഒരുപാടുണ്ടാവും. പക്ഷേ ഇതിൽ എനിക്ക് എൻ്റെ മാതാവാണെന്ന് പറയാൻ ഈ ഒരു റീസൺ മാത്രമേ ഉണ്ടായിക്കൊള്ളൂ. ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ ഡേറ്റിന് ആ മാം പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം 2:30 ഇൻ്റർവ്യൂ വെക്കാമെന്നാണ്. ത്രൂ ഔട്ട് അതേ സമയത്ത് തന്നെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഗന്ധവും മാതാവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സൈക്കോളജിസ്റ്റായിട്ട് അപ്പോയിൻമെൻ്റ് ആയിട്ട് മാതാവിനെ അനുഗ്രഹിച്ചു. ഇപ്പം 3-3.5 മാസമായിട്ട് ഞാൻ അവിടെ ചെയ്യുമായിരുന്നു. ബാക്കിയുള്ള കൊളീഗ്സും എൻ്റെതും വെച്ച് നോക്കുമ്പോൾ, അതായത് മാതാവിൻ്റെ പ്രൊട്ടക്ഷൻ അത് മാതാവ് തന്നതാണെന്ന് എനിക്ക് വേറിട്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. മേ ബി എനിക്ക് 0, എൻ്റെ എലിജിബിലിറ്റി അല്ല എന്നുള്ള സമയത്ത് പോലും ഞാൻ മാതാവിനെ പ്രഘോഷിക്കുമായിരുന്നു ചെയ്തത്. ഞാൻ ഒരു രീതിയിൽ പോലും ഞാൻ മാതാവിനെ സങ്കടപ്പെടുത്തിയിട്ടില്ല. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടിയിട്ട് അവർ പറഞ്ഞത്, ഇത്രയും വർഷത്തിൽ ആദ്യമായിട്ടാണ് ദിവ്യ ഞാനിങ്ങനെ പറയുന്നത് എൻ്റെ ജോബ് ഇല്ല എന്നുള്ള രീതിയിൽ. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ന്യൂസ് വന്നു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഞാൻ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ഭക്തിമൂത്ത് പ്രാന്തായി എന്ന് മാത്രം പറയിക്കരുത്, ജീവനുള്ള ദൈവത്തിനാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് നീ എനിക്ക് കാണിച്ചു തരണം. എന്തെങ്കിലും ഒരു സൈൻ എനിക്ക് കാണിച്ചു തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അതിൽ ഉറങ്ങിപ്പോയി. ആ സമയത്ത് പിറ്റേ ദിവസം രാവിലെ മാതാവിൻ്റെ അതേ രൂപം മെഴുകുതിരിയിൽ തെളിഞ്ഞു. ഞാൻ എക്സാക്ട്ലി ഇതേ രൂപമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത്. ഇതാണ് എൻ്റെ വലിയൊരു സാക്ഷ്യം. ചെറുതും വലുതുമായിട്ട് ഒരുപാട് സാക്ഷ്യമുണ്ട്. അങ്ങനെ ഒരു സ്റ്റുഡൻറ്റിന് ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി. നെക്സ്റ്റ് ഡേ തന്നെ ആൾക്ക് ജോബ് കിട്ടി. രോഗസൗഖ്യം ഉണ്ടായിരുന്നു. ഒരുപാട് രോഗസൗഖ്യം തൈലം ഉപ്പ് പുരട്ടി കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയും പറയണമെങ്കിൽ ഞാൻ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുമായിരുന്നു മുന്നേ. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം കൂടുതൽ തീക്ഷ്ണമായിരുന്നു ബ്ലഡ് ഡൊണേഷന്. പിന്നെ എൻ്റെ ഓർഗൻ ഡൊണേഷന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജീരിയാട്രിക് കെയർ, പാലിയേറ്റീവ് കെയർ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനും അമ്മയും പോയി ന്യൂസ് പേപ്പർ, തുണി, ഡ്രസ്സ്, പൈസ, ഫുഡ്, എന്തൊക്കെയാണ് ആവശ്യം, അവർക്ക് എന്താണ് ആവശ്യം അത് പറ്റുന്ന പോലെ ചെയ്യുമായിരുന്നു. തിരുകുമാരനും മാതാവിനോടും 1000 നന്ദി പറയുന്നു. കൊന്ത ഞാൻ പോകുന്ന സമയത്തും വരുന്ന സമയത്തും അല്ലെങ്കിൽ പാട്ട് നമ്മൾ സ്പോട്ടിഫൈയിൽ പാട്ട് കേൾക്കുമായിരുന്നു. പക്ഷേ
ഇത് 24 മണിക്കൂറും ഞാനിങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് പറഞ്ഞാൽ എൻ്റെ സഹോദരി തന്നെയായിരുന്നു. കാരണം എനിക്ക് വല്ലാത്തൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. വൈദ്യശാസ്ത്രം ഇല്ല എന്ന് പറയുമ്പോഴും ദൈവമായ വൈദ്യം നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളൊരു സത്യം ആരും മറക്കരുത്. ആ ദൈവത്തിലൂടേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എൻ്റെ ചേച്ചി. എൻ്റെ ചേച്ചിയിലൂടെ മാതാവിലൂടെ തിരുകുമാരനിലേക്ക് ആ വഴിയാണല്ലോ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഞാൻ എൻ്റെ മാതാവിനെ അറിഞ്ഞത്. എൻ്റെ ചേച്ചി മാതാവ്, പിന്നെ എൻ്റെ ഈ മാതാവിനെ കൂടെ ഞാൻ അറിഞ്ഞു. ഏറ്റവും രോഗം ഉണ്ടാകുന്ന സമയത്തും ഡോക്ടേഴ്സ് പറഞ്ഞു ഓക്കെ ഇത് ട്രീറ്റ് ചെയ്യാൻ ക്യൂർ ആവാൻ അത്രയും പെട്ടെന്ന് പറ്റത്തില്ല എന്ന്. പക്ഷേ എൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അതിലേക്കുള്ളൊരു ഒരു ക്ലാരിറ്റി കിട്ടിയത്, സമ്പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും ഹീലായത്. അതിലൂടെയാണ് ഞാൻ ബൈബിൾ വായനയും ഒരു വട്ടം വായിച്ചു തീർത്തു. ജപമാല ഞാൻ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ എൻ്റെ ചേച്ചിയായിരുന്നു എന്നെ പഠിപ്പിച്ചത്. ദൈവത്തിനോട് ഒരായിരം നന്ദി. ആദ്യമായി ഈ തിരുസന്നിധിയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം തന്നതിന് ഈശോയ്ക്കും അമ്മേ മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് സുനു മേരി ജോസഫ്. ഞാൻ തലശ്ശേരി സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ ഇടവകമാണ്. എൻ്റെ ഹസ്ബൻഡ് ടോംസൺ മാണി. ഹസ്ബൻഡ് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പ്രൊഫസറാണ്. ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. എനിക്ക് 3 മക്കളാണ്. മൂത്ത മോൻ ജസ്വിൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ കുട്ടി ജീവൻ ടോംസൺ, ഇപ്പം 3 വയസ്സാകുന്നു. ഇപ്പം ഈ മോള് 4.5 മാസം. എനിക്കിവിടെ ഈ ഉടമ്പടിയിലൂടെ ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങളും അതിന് പ്രത്യേകമായി സാക്ഷ്യം പറയാൻ ഞാനിവിടെ നിൽക്കുന്നു. ആദ്യമായി എൻ്റെ മൂത്ത മോന് 10 വയസ്സ് മൂത്ത മോന് ഉണ്ടായിട്ട് അതിനുശേഷം എനിക്കൊരു 3 പ്രാവശ്യം മിസ്കാരേജുകളുണ്ടായി. ആ 3 മിസ്കാരേജുകളും എപ്പോഴും 2ാം മാസത്തിൽ വെച്ചിട്ട് എനിക്ക് മിസ്ഡ് അബോഷനായി പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ എൻ്റെ മൂത്ത മോന് എനിക്ക് യാതൊരു കോംപ്ലിക്കേഷനും ഒന്നും ഉണ്ടായിട്ടില്ല. 9 മാസവും ഞാൻ ജോലിക്ക് പോയിട്ടാണ് എനിക്ക് സിസേറിയനിലൂടെ മൂത്ത മോനെ ലഭിച്ചത്. പിന്നീട് ഇങ്ങനെ അടുപ്പിച്ചുള്ള മിസ്ഡ് അബോർഷനുകൾ കാരണം ഞാൻ ഒരുപാട് ഡിപ്രഷനിലായിരുന്നു, സങ്കടത്തിലായിരുന്നു. അതുകൊണ്ട് പിന്നെ കുറച്ച് കാലം ഞങ്ങൾ കുട്ടികളെ വേണോ വേണ്ട എന്നുള്ള രീതിയിൽ എനിക്ക് സങ്കടം പോലെയായിരുന്നു. പിന്നീട് ഒരു കുട്ടി ആവുക എന്ന് പറയുന്നത് എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ അവസ്ഥയിലിരിക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. കൃത്യമായി ഉടമ്പടി എല്ലാം പാലിച്ചു വരുന്ന വ്യക്തിയായിരുന്നു. ചേച്ചി ഇവിടെ കൃപാസനത്തിൽ വന്നപ്പോൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, എടി നിനക്ക് ഞാൻ 2ാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കട്ടെ. അന്നേരം ഞാൻ ഈ ഡിപ്രഷനിലിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ പറഞ്ഞു ഇനിയൊരു കുഞ്ഞ് എനിക്ക് വേണ്ട. കാരണം ഇനിയൊരു കുഞ്ഞിനെ താങ്ങാൻ വന്നിട്ട് അത് നഷ്ടപ്പെട്ടാൽ അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് കുഞ്ഞ് വേണ്ട. തൽക്കാലം ഞങ്ങളൊരു വീട് സ്ഥലവും നോക്കുന്നുണ്ട്. എന്നാൽ ചേച്ചി എനിക്കൊരു വീട് സ്ഥലവും വാങ്ങാൻ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു. ചേച്ചിക്ക് ഒരുപാട് സങ്കടം തോന്നി. എങ്കിലും ചേച്ചി മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്കൊരു 2ാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെ ചേച്ചി ഇവിടെ ഉടമ്പടി നിയോഗത്തിൽ എനിക്ക് വീടും സ്ഥലവും വാങ്ങാൻ വേണ്ടി നിയോഗവും വെച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് ഇവിടെ ഞാൻ 2 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് അത് ഇവിടുത്തെ മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ഉള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് എനിക്ക് ആ 2ാമത്തെ കുഞ്ഞിനെ ലഭിച്ചത്. പിന്നീട് ഞാൻ ഡോക്ടറെ ചെന്ന് കാണിച്ചപ്പം ഇത്രയും കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് 9 മാസം ബെഡ് റെസ്റ്റ് എടുക്കണം, എല്ലാ ദിവസവും ഡെയിലി ഇഞ്ചക്ഷൻ എടുക്കണം, എന്നാൽ മാത്രമേ ഈ കുഞ്ഞിനെ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി 1 മാസം എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കേണ്ടി വന്നു. ഡെയിലി 9 മാസവും ഡെയിലി ഇഞ്ചക്ഷൻ എടുക്കും. അങ്ങനെ ഈ സമയങ്ങളിൽ പിന്നെ എനിക്ക് ഇവിടെ വരാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ ആദ്യമായി ഇവിടെ കൃപാസനത്തിൽ വരുന്നത് 2019 ഡിസംബർ 7-ാം തീയതിയാണ്. അന്ന് ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് കൃത്യമായി ഉടമ്പടിയെല്ലാം പാലിച്ച് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ പ്രഗ്നൻ്റ് ആയ അവസരത്തിൽ എനിക്കിവിടെ വരുവാനോ പുതുക്കാനോ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ഞാൻ വീണ്ടും ഓൺലൈനിലൂടെ ഉടമ്പടി എടുത്തു. എൻ്റെ ഈ 2ാമത്തെ കുഞ്ഞിന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അത് ഡെയിലി ഞാൻ നമ്മളെ തൈലം അടിവയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ട് ഡെയിലി എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ യൂട്യൂബിലൂടെ ധ്യാനങ്ങൾ മുടങ്ങാതെ കൂടുമായിരുന്നു. ഇതിൻ്റെ എല്ലാം ഫലമായി എനിക്ക് യാതൊരു കുഴപ്പവുമില്ലാതെ എൻ്റെ 2ാമത്തെ കുഞ്ഞിനെ എനിക്ക് 2023 ജനുവരി 21 ഒരു ആൺകുഞ്ഞിനെ ലഭിച്ചു. ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന സമയങ്ങളിൽ ആണ് പെട്ടെന്ന് തന്നെ എൻ്റെ ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ 1 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്കൊരു വീട് സ്ഥലവും പെട്ടെന്ന് തന്നെ വന്ന് കിട്ടാനും അത് കച്ചവടമാക്കാനും അഡ്വാൻസ് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കത് ലഭിക്കാനും സാധിച്ചു. പിന്നീട് ആ വീട് പണി പക്ഷെ കുറച്ച് പുതുക്കി പണിയണം, കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് നന്നാക്കണം, കുറച്ച് വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് ഒരു 3 മാസത്തെ വർക്കിന് വേണ്ടി കരാറ് കൊടുത്തെങ്കിലും വിചാരിച്ച പോലെ അത് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാനോ കരാറുകാരെ ഞങ്ങളെ കുറച്ച് പറ്റിച്ച് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി അത് പണി പൂർത്തിയാക്കാൻ പറ്റാണ്ടായിപ്പോയി. ആ സമയങ്ങളിൽ ഈ കുഞ്ഞ് ജനിച്ച്
എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് 8 മാസമുള്ളപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെയുമായിട്ട് ഇവിടെ വന്നിരുന്നു കൃപാസനത്തിൽ മാതാവിന് നന്ദി പറയാൻ. അന്ന് വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഒരു ആദ്യത്തെ നിയോഗം എൻ്റെ ആ വീട് പണി പൂർത്തിയാക്കണം. കുറച്ച് വർക്കേ ഉള്ളൂ, പക്ഷെ അത് മാസങ്ങളോളം നീണ്ടുപോകുന്നു, സാമ്പത്തിക നഷ്ടവും വന്നു. പക്ഷേ ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ എല്ലാ വീടിൻ്റെ അഡീഷണൽ 2 മുറി, ബാത്റൂം, അങ്ങനെയുള്ള ചെറിയ വർക്കുകളാണെങ്കിൽ പോലും അതെല്ലാം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാനും അതിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി ഒക്ടോബർ 28, 2023 ഞങ്ങളുടെ പുതിയ ഭവനത്തിൽ ഞങ്ങൾക്ക് പാല് കാച്ചി അവിടെ താമസമാക്കാൻ സാധിച്ചു. ഇത് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീടിന് ഞങ്ങൾ കൃപ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ മാതാവ് എനിക്ക് എനിക്ക് ഈ ഉടമ്പടിയിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ ഇങ്ങനത്തെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് വീണ്ടും പിന്നെ ഒരു കുഞ്ഞ് വേണോ എന്നുള്ള ഒരു ഇതിൽ ആശങ്കയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചോദിക്കാതെ തന്നെ മാതാവ് എനിക്ക് 3ാമത്തെ ഒരു കുഞ്ഞിനെ തന്നു. ആ കുഞ്ഞിനെ ഉണ്ടായ സമയത്ത് പോലും എൻ്റെ ഡോക്ടർ വീണ്ടും ഞാൻ പോയി കാണിക്കുമ്പോൾ പറയുന്നത്, എനിക്ക് അന്നേരം 38 വയസ്സായി, ഓൾറെഡി 2ാമത്തെ കുഞ്ഞിനെ സിസേറിയൻ കഴിഞ്ഞിട്ട് 2 കൊല്ലം ആയിട്ടുള്ളൂ, ഡെയിലി ഇഞ്ചക്ഷൻ എടുക്കണം, മുമ്പത്തെ പോലെ 9 മാസം ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ലീവെല്ലാം ഓൾറെഡി തീർന്നു. ഇനി ലീവ് കിട്ടാനും സാഹചര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മാതാവിനെ കൈപിടിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഫസ്റ്റ് സ്കാനിങ്ങിന് ചെന്നപ്പോൾ ആദ്യത്തെ സ്കാനിങ്ങിൽ ഒരു സ്കാൻ ചെയ്യുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എന്നുള്ള ഡോക്ടർ പറഞ്ഞ് തോന്നിയ സമയത്ത് തന്നെ ഞാൻ കാശ് രൂപം കയ്യിലെടുത്ത് വരച്ച് പ്രാർത്ഥിച്ചു, മാതാവ് ഈ ഒരു കുഞ്ഞിനെ എനിക്ക് ലഭിക്കുകയാണെങ്കിൽ, ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കാൻ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് സ്കാനിങ് റൂമിൽ നിന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. പിന്നീട് ഓരോ സ്കാനിങ്ങിലും എപ്പോൾ പോകുമ്പോഴും ഞാൻ കാശ് രൂപം കയ്യിൽ പിടിച്ചിട്ടാണ് പോവാറ്, യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ട് പോലും എനിക്ക് ലീവ് എടുത്ത് ഇവിടെ വീട്ടിലിരിക്കാൻ പറ്റില്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞാൻ അടിവയറ്റിൽ എന്നും തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഓഫീസിൽ പോകുമായിരുന്നു. 9 മാസവും ഒരു ലീവ് പോലും എടുക്കാതെ ഞാൻ ഓഫീസിൽ പോയി വർക്ക് ചെയ്തു. അതിൻ്റെ ഫലമായി പിന്നെ ഉടമ്പടിയിലൂടെ, ഓൺലൈൻ ഉടമ്പടിയിലൂടെ പുതുക്കി അതിലൂടെ പ്രാർത്ഥിച്ചു, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2025 ഓഗസ്റ്റ് 14 എനിക്കൊരു പെൺകുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. ഇത് പ്രത്യേകമായി ഈ കുഞ്ഞ് എനിക്കറിയാം, ഇത് മാതാവ് എനിക്ക് പ്രത്യേകം തന്നൊരു അനുഗ്രഹം തന്നെയാണെന്നറിയാം. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ ഇവളുടെ പേര് ഞാൻ കൃപ മരിയ ടോംസൺ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലൂടെ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് വീട് എങ്ങനെയായി ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. പിന്നെ ഈ ഓൺലൈൻ ഉടമ്പടി ചൊവ്വാഴ്ചയുള്ള ധ്യാനം ഓൺലൈനിലൂടെ ഞാൻ പറ്റുന്ന ലീവുള്ള ദിവസം വീട്ടിലിരിക്കുമ്പോഴെല്ലാം മുടങ്ങാതെ പറ്റുന്ന ദിവസം ധ്യാനം ഫുള്ള് കൂടും. പിന്നെ എല്ലാ ദിവസവും എന്ത് നമുക്ക് ചെറിയ ആവശ്യങ്ങളുണ്ടെങ്കിലും അത് ഓൺലൈനിൽ നടക്കുന്ന ആ സമയത്ത് തന്നെ ഞാൻ അതിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എനിക്ക് ഉറപ്പായിരുന്നു എന്ത് കുഞ്ഞിതായാലെങ്കിലും വലുതാണെങ്കിലും ആ സമയത്ത് ചൊവ്വാഴ്ച ജോസഫച്ചൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് ഞാൻ കയറിയിട്ട ഒരു പ്രാർത്ഥനകളും ഇതിൽ നടക്കാതിരുന്നിട്ടില്ല. അത് ചെറുതുമാകട്ടെ, ചെറിയ ആവശ്യങ്ങളും വലിയ ആവശ്യങ്ങളും എല്ലാം ഇപ്പം ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പോലും ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ധ്യാനത്തിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം കിട്ടുമെന്ന്. ഞാൻ ഈ മാതാവിൻ്റെ അടുത്ത് ധ്യാനത്തിനന്ന് ഞാൻ എൻ്റെ നിയോഗം ഇട്ടത് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ മാതാവ് ഒരു അവസരം തരണമേന്ന്. അതുപോലെ ഒരാഴ്ചക്കുള്ളിൽ മാതാവ് എനിക്ക് ഒരുക്കി തന്നു. അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് നിയോഗങ്ങളിലൂടെ ലഭിച്ചു. അതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്ക് എൻ്റെ പരിചയത്തിലുള്ളതും അല്ലാത്തതുമായ കുറച്ച് പാവപ്പെട്ട ആൾക്കാർക്കെല്ലാം എനിക്ക് ഹോസ്പിറ്റലൊക്കെ പോകാൻ ചില സമയത്ത് ബുദ്ധിമുട്ടായതുകൊണ്ട് പരിചയമുള്ളവർക്കെല്ലാം സാമ്പത്തികമായിട്ടൊക്കെ പൈസ കൊടുത്തും അങ്ങനെ സഹായിക്കുമായിരുന്നു. പിന്നെ കൃപാസന പത്രം ഇവിടെ വന്ന സമയങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ കൂടുതലും ഞാൻ ഓൺലൈനിലൂടെ എല്ലാം ഷെയർ ചെയ്യാം, കാരണം എപ്പോഴും ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയ സമയത്ത് ഞാൻ ഓൺലൈനിലൂടെ കഴിവതും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇവിടുത്തെ സാക്ഷ്യങ്ങളും യൂട്യൂബ് ധ്യാനങ്ങളും എല്ലാം ഷെയർ ചെയ്യും. അങ്ങനെ ഞാൻ എല്ലാം പിന്നെ എല്ലാവർക്കും എൻ്റെ കയ്യിലുള്ള കാശ് രൂപങ്ങളെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തു എൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചും ഞാൻ കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മാതാവിന് എൻ്റെ പേര് ജിജി, ഞാൻ മൂത്തകുന്നം ചെട്ടിക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടിയിൽ 2023 ഞാൻ ഉടമ്പടി എടുത്തത്. ഇപ്പം 5 പ്രാവശ്യം ഞാൻ പുതുക്കി. ഈ 5 പ്രാവശ്യത്തിനിടയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ അൾത്താരയിൽ ആദ്യമായിട്ട് കയറിയിരിക്കുന്നത് എൻ്റെ അപ്പച്ചന് കിട്ടിയ സാക്ഷ്യം പറയാനായിട്ടാണ്, രോഗസൗഖ്യത്തെക്കുറിച്ച്. ഇത് എൻ്റെ ഭർത്താവിൻ്റെ അപ്പച്ചനാണ്. എൻ്റെ അപ്പച്ചന് നെഞ്ചുവേദനയായിട്ട് ഞങ്ങളുടെ അവിടെയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ച് വന്നപ്പോൾ അവർ പറഞ്ഞത് 90% ബ്ലോക്ക് ഉണ്ട്, എത്രയും വേഗം ബൈപ്പാസ് സർജറി ചെയ്യേണ്ടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചന് ഇത്രയും പ്രായമുള്ളതുകൊണ്ട് ഓപ്പൺ സർജറി ചെയ്യണമെന്ന് പറഞ്ഞ്
ഞങ്ങളെ കൊണ്ട് അവിടെ ഓപ്പറേഷൻ ചെയ്യാനുള്ള സാമ്പത്തിക ഇതൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ എത്രയും വേഗം നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് എറണാകുളത്ത്, ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ എറണാകുളം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അവിടെ ചെന്ന് ഇവിടെ നിന്ന് ഡോക്ടറോട് ചീട്ടൊക്കെ വാങ്ങിച്ച് അവിടെ ചെന്ന് എറണാകുളം ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോഴാണ് പറയണത്, ഇവിടെ അടിയന്തരമായി ഓപ്പറേഷൻ ചെയ്യേണ്ടി വേണം എന്നുള്ളതിനാൽ നിങ്ങൾ എത്രയും വേഗം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനായിട്ട് ഞാനും എൻ്റെ ഭർത്താവും ഈ അപ്പച്ചനും മാത്രമേ ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ വെച്ച് തന്നെ അപ്പച്ചന് നെഞ്ചുവേദന ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരത്തിനെ വിളിച്ച് ഈ വിവരം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, എടി നീ ഒട്ടും പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് കോട്ടയത്തേക്ക് പോയിക്കോ. എൻ്റെ ചേട്ടൻ്റെ മോൾ അവിടെ ഹോസ്പിറ്റലിൽ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറോടൊപ്പമാണ് വർക്ക് ചെയ്യണത്. അപ്പം നീ ധൈര്യമായിട്ട് അപ്പച്ചനെ കൂട്ടിക്കൊണ്ട് വന്ന് നീ എത്രയും വേഗം ഇതിൻ്റെ അസുഖത്തിൻ്റെ റിസൾട്ട്, ഇതിൻ്റെ ചീട്ടിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് വേഗം എത്രയും വേഗം ഈ ഫോട്ടോ ഇത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇത് അയച്ചു കൊടുത്ത് അന്ന് തന്നെ ഇവർ ഡോക്ടർക്ക് അയച്ചു കൊടുത്തപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, എത്രയും വേഗം ഈ രോഗിനെ നിങ്ങളിവിടെ എത്തിച്ചു. സത്യമായിട്ടും ഞങ്ങൾക്ക് ഒരു കഴിവുമില്ല, മാതാവ് ഇടപെട്ടിട്ടാണ്. അങ്ങനെ ഒരു വ്യക്തിയെപ്പോലെ എനിക്കറിയില്ല. എൻ്റെ കൂട്ടുകാരത്തിൻ്റെ ചേച്ചിയുടെ മോൾ അവിടെ ആ കോട്ടയത്ത് ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പോലും എനിക്കറിയാൻ പാടുണ്ടായില്ല. പക്ഷെ മാതാവ് എന്നെ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ടായിരിക്കാം ഈ അപ്പച്ചനെ വേണമെങ്കിൽ സത്യം പറഞ്ഞ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇവിടെ എറണാകുളം ജില്ലയിൽ എറണാകുളം ഗവൺമെൻറ് ആസ്പത്രിയിൽ ചെന്നപ്പോൾ അപ്പച്ചനെ അഡ്മിറ്റാക്കാൻ പോലും ബെഡില്ല, നിങ്ങൾ എത്രയും വേഗം 1 മിനിറ്റിന് മുന്നേ അവിടെ എത്തിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇതിനൊന്നും ഒരുങ്ങിയിട്ടുണ്ടായില്ല. അങ്ങനെ 2 ദിവസം അവിടെ ഞങ്ങൾ റെക്കമെൻഡേഷൻ മതി, അത് മാതാവ് ഇടപെട്ടിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി മന്ത്രി പറയിപ്പിച്ചത്. ഞങ്ങൾക്ക് ഒരു കഴിവുമില്ല, ഞങ്ങൾക്ക് ഒരു യോഗ്യതയും ഇല്ല. അപ്പം മാതാവ് വഴിയെ ഞങ്ങൾ മന്ത്രി വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ അവിടെ അഡ്മിറ്റാക്കി. അങ്ങനെ അവിടെ നിന്ന് 2 ദിവസം ഈ ഇതിൻ്റെ ചീട്ടൊക്കെ കൊടുത്ത് കോട്ടയത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോയി അവിടെ ചെന്ന് അപ്പച്ചനെ അഡ്മിറ്റാക്കി എല്ലാ ടെസ്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അപ്പച്ചന് ഇങ്ങനെ വേദന വന്നുകൊണ്ടിരിക്കണേ. അവിടെ ചെന്നപ്പോഴേക്കും അപ്പച്ചന് ഇൻഫെക്ഷനായി, പനി വന്ന് ഇൻഫെക്ഷനായി. ഈ 2 ദിവസത്തിനുള്ളിൽ അപ്പച്ചന് ഒരുപാട് അവശതയായി. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും, ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞ അപ്പച്ചൻ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഒരു ആരോഗ്യസ്ഥിതിയിലായി. ഒരുപാട് അവിടെ ചെന്നപ്പോഴേക്കും ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ എന്നുവെച്ചാൽ അപ്പച്ചന് ന്യൂമോണിയായി, കഫക്കെട്ട് കൂടി. പിന്നെ അവർ പറഞ്ഞത് ടെസ്റ്റ് ചെയ്തപ്പോൾ TVയുടെയൊക്കെ എന്തോക്കെ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അപ്പച്ചനെ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അപ്പച്ചനാണെങ്കിൽ അപ്പം നെഞ്ചുവേദന വന്നുകൊണ്ട് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഞാനും ഭർത്താവ് ഒരുപാട് വിഷമിച്ച്. അത് തന്നെയല്ല, ഞങ്ങൾ അവിടേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചെന്നപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ടായ ഞങ്ങൾക്ക് ഇൻഷുറൻസ് കാർഡ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരുപാട് പൈസ, ഓരോ ടെസ്റ്റിനും നമ്മൾ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഞങ്ങളവിടെ ഈ ഒരു 2 ദിവസം. അപ്പം തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പൈസ, എല്ലാ ടെസ്റ്റിനും ഓരോ സ്കാൻ ചെയ്യാനും അതിനൊക്കെ ഞങ്ങൾ 12,000 13,000 രൂപ വെച്ച് ഈ 2 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പൈസ ചിലവായി. പക്ഷേ എന്നിട്ടും അപ്പച്ചന് ഈ നെഞ്ചുവേദനയ്ക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അവർ പറയണത് മോളെ 1 മിനിറ്റിന് മുന്നേ ചെയ്യണം. പക്ഷേ അപ്പച്ചൻ്റെ ആരോഗ്യനില ഒട്ടും തൃപ്തികരമല്ലാത്തതുകൊണ്ട് ഇപ്പം നിങ്ങൾ ചെയ്താൽ ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കാതെ അപ്പച്ചന് എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും നിങ്ങളിവിടെ ഒരാഴ്ച നിങ്ങളിവിടെ ഈ ന്യൂമോണിയ കുറയാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എമർജൻസി ആയിട്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ അപ്പച്ചനെ നിങ്ങൾക്ക് എന്താവും എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കും. ഞങ്ങൾ ഒരുപാട് വിഷമിച്ച്. അങ്ങനെ ഞാൻ അന്ന് രാത്രി മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ നിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ മുടങ്ങാണ്ട് ചെല്ലണതാണ്. ഞാൻ അപ്പച്ചനൊക്കെ ഒരുമിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥന ചെല്ലാറ്. എൻ്റെ മക്കളും ഭർത്താവും അമ്മച്ചിയൊക്കെ കൂടി ഒരുമിച്ച് പ്രാർത്ഥന ചെല്ലിയതിന് ശേഷം ഉടമ്പടി പ്രാർത്ഥന ചെല്ലണത്. അപ്പം മക്കളും എല്ലാവരും, അപ്പച്ചനും വിശ്വാസമുണ്ട്. അപ്പം അപ്പച്ചനെ എപ്പോഴും മോളെ എനിക്ക് ആ തൈലൊപ്പം എൻ്റെ നെഞ്ചിൽ തേച്ചതാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഓപ്പറേഷൻ വേണ്ട, എന്നെ വീട്ടിൽ കൊണ്ടുപോയാൽ മതി, എനിക്ക് ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ 10 ദിവസം അവിടെ നിന്ന് ഇതിനു വേണ്ടി ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും. അപ്പം ഞങ്ങളവിടെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആ ഡോക്ടർ ഈ മകളുള്ളതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് അത്രയും അവിടെ ഇത് കിട്ടിയത്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു റൂം അവിടെ റെഡിയാക്കി തന്ന്.
പിന്നെ ഡോക്ടർമാർ ഞങ്ങളുടെ അടുത്തേക്ക് എല്ലാ ദിവസവും വന്ന് 2-3 നേരം വന്ന്, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് ഒരു കഴിവുമില്ല. അവിടെ ചെന്ന് കോട്ടയത്ത് ചെന്നിട്ട് ഒരു പരിചയമില്ലാത്ത ഞങ്ങൾ അവിടെ എല്ലാവരെക്കാളും വലിയൊരു സ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് അങ്ങനെ നോക്കാനുള്ള ഒരു ഇതുണ്ടായില്ല. എന്നിട്ട് പക്ഷേ എല്ലാ ഡോക്ടർമാരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞത്, നിങ്ങളെന്തായാലും ഇവിടെ വന്നതല്ലേ, നമുക്ക് കുറച്ച് ദിവസം അപ്പച്ചന് ഈ മരുന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്പച്ചനെ ഓപ്പറേഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്ത വെൻറ്റിലേറ്ററിൽ 45 ദിവസം നിങ്ങൾ കിടക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അതിൻ്റെ പേരിൽ 2 ആഴ്ചയെങ്കിലും നിങ്ങൾ ഇവിടെ നിന്ന് മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചനാണെങ്കിൽ ഇങ്ങനെ നെഞ്ചുവേദന വരുന്നതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട്. ഓപ്പൺ സർജറി ചെയ്യണമെങ്കിൽ ഈ ന്യൂമോണിയ ഇതുള്ളതുകൊണ്ട് ചെയ്യാനും പറ്റും. ഞാൻ മാതാവിനോട് അന്ന് രാത്രി പ്രാർത്ഥിച്ചു, മാതാവേ ഇനി എനിക്ക് വയ്യ. എന്താണെന്ന് വെച്ചാൽ ഞാനും അപ്പച്ചനും 2ാമത്തെ നിലയിലും ആൾ താഴെയും. എനിക്ക് എന്ത് വേണമെങ്കിൽ അപ്പച്ചനൊരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ഞാൻ മാത്രമുള്ള ആ റൂമിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഞാൻ തടയിക്കൊണ്ടിരിക്കുകയല്ല. എനിക്ക് അപ്പച്ചൻ പറയണത്, മോളെ എനിക്ക് ബാത്റൂം, അപ്പം എല്ലാ ട്യൂബൊക്കെ ഇട്ടേക്കണോണ്ടും അപ്പച്ചന് അത് എന്നെ കൊണ്ട് ചെയ്യിക്കാനൊക്കെ ആയിട്ട്, വയറ്റിൽ നിന്ന് പോകുമ്പോൾ ചെയ്യിക്കാനൊക്കെ ആയിട്ട് അപ്പച്ചന് അതിനേലും വലിയ ബുദ്ധിമുട്ട്. അപ്പച്ചന് ആകെ ടെൻഷൻ അടിച്ച് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഓപ്പറേഷൻ വേണ്ട ഡോക്ടറെ. എനിക്ക് മാതാവിനോട് ഞാൻ രാത്രിയിൽ ഈ അപ്പച്ചൻ്റെ രോഗചികിത്സയുടെ ഇതും ഉപ്പ് ഇതിട്ട് വെച്ചുകൊണ്ട് കൃപാസന പത്രം വെച്ച്, മാതാവേ നീ എനിക്കൊരു വഴി കാണിച്ചു. എൻ്റെ അപ്പച്ചന് ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ പേരക്കിടാവിൻ്റെ അടുത്ത മാസം പേരക്കിടാവിൻ്റെ കല്യാണമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്ക് ഈ കല്യാണം കൂടിക്കഴിഞ്ഞിട്ട് അപ്പച്ചന് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, ഞങ്ങൾക്ക് വീട്ടിലോട്ട് തിരിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ ഉപ്പിട്ട് രാത്രിയിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച്. അപ്പം പിറ്റേ ദിവസം വന്ന് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്ത് തീരുമാനം എടുത്ത്? പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ആളുടെ ആരോഗ്യനില അത്ര ഇതല്ല, അതുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കുറച്ച് ദിവസം അഡ്മിറ്റ് ആവേണ്ടി വരും. ഇത് മാറിയെങ്കിൽ, ന്യൂമോണിയയുടെ ഇത് മാറിയെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓപ്പൺ സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഞാൻ അന്നേരം മാധവനോട് ഞങ്ങൾക്ക് ഇനി ഓപ്പറേഷൻ വേണ്ട, ഞങ്ങൾ എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് വിട്ടാൽ മതി. അപ്പോൾ അപ്പച്ചൻ മോളെ എനിക്ക് ഓപ്പറേഷൻ വേണ്ട, എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഒന്ന് ഇത് സീനിയർ സർജന്മാരോട് ചോദിക്കട്ടെ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അവരെ അറിയിക്കുക. എന്നിട്ട് പറഞ്ഞു, മാതാവേ ഒന്ന് ഇടപെടണേ മാതാവ്, എൻ്റെ അപ്പച്ചനെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്, ഞങ്ങൾക്ക് ഓപ്പറേഷൻ വേണ്ടാണ്ട് വീട്ടിൽ അങ്ങനെ അവരുടെ ഇതനുസരിച്ച് എന്നോട് പറഞ്ഞ്, ഭർത്താവ് താഴെയാണ്, ഞാനാണ് അപ്പച്ചൻ്റെ കൂടെ നിൽക്കണത്. അപ്പോൾ എന്താ വെച്ചാൽ പുറത്തോട്ട് പോയി ഇതൊക്കെ വാങ്ങിക്കാൻ എനിക്ക് പറ്റൂല. അപ്പം ഞാൻ അപ്പച്ചൻ്റെ കൂടെ നിന്നിട്ട് ഭർത്താവ് താഴെ നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ ഒരു തീരുമാനം എടുത്ത് ഡോക്ടറോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി ഓപ്പറേഷനൊന്നും വേണ്ട, മരുന്ന് മാത്രം മതി, ഞങ്ങൾക്ക് അപ്പച്ചനെ തിരിച്ചു കൊണ്ടുപോയാൽ മതി. അങ്ങനെ ഡോക്ടർ മാതാവ് ഇടപെട്ടിട്ട്, അല്ലെങ്കിൽ അവരവിടെ വിടൂല, ഇത്രയും സീരിയസ് ആയ ഒരാളെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, എന്ത് വന്നാലും ഞങ്ങൾ സമ്മതിച്ചോളാം, ഞങ്ങൾക്ക് അപ്പച്ചനെ വീട്ടിൽ കൊണ്ടുപോകണം. അങ്ങനെ ആ ഡോക്ടർ വന്ന് നിങ്ങളുടെ തീരുമാനം പോലെ എഴുതി കൊടുത്തിട്ട് പോയിക്കോന്ന്. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല നിങ്ങളുടെ അപ്പച്ചൻ നിങ്ങളുടെ വീട്ടിലെത്തുമെന്ന്. ആ അപ്പച്ചനാണ് ഇപ്പം ഈ ആൾക്കാരെ കയറി നിൽക്കണത്. എന്ന് വെച്ചാൽ അപ്പച്ചനിപ്പോൾ തൊഴിലുറപ്പിന് വരെ പോവുകയാണ്. സത്യമായിട്ട് ഞങ്ങൾ ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഞങ്ങളുടെ അപ്പച്ചൻ രക്ഷപ്പെടുമെന്ന്. മാതാവ് ഇടപെട്ട്, ഈശോയും ഇടപെട്ടിട്ടാണ് ഞങ്ങളുടെ അപ്പച്ചൻ ഇപ്പം ഈ ആൾക്കാരെ കയറി എൻ്റെ ഒപ്പം നിൽക്കാൻ. മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. എൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് എല്ലാ മാസവും 2 വർഷമായി ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ട്. എന്നാൽ ഞാൻ എല്ലാ മാസവും വന്ന് കൃപാസന പത്രം മേടിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന പോലെ കൃപാസന പത്രം വാങ്ങിച്ചിട്ട് എല്ലായിടത്തും കൂടി, ഓട്ടോ സ്റ്റാൻഡിലായാലും എൻ്റെ വീടിൻ്റെ അടുത്തായാലും എവിടെയായാലും എന്നെ ബസ് സ്റ്റോപ്പിലായാലും ഒക്കെ ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഉപ്പും കാശ് രൂപവും ഞാൻ എല്ലാവർക്കും കൊടുക്കും. ആർക്കും എന്ത് വയ്യാന്ന് പറഞ്ഞാലും ഉപ്പ് കൊണ്ടേ കൊടുക്കും. അതേപോലെ എൻ്റെ കയ്യിൽ കാശ് രൂപം ഉണ്ട്, ഈ കാശ് രൂപം കൊടുക്കും. അപ്പോൾ എന്നെക്കൊണ്ട് അതുപോലെ തന്നെ പൈസയുടെ ഇതുകൊണ്ട് എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അതെല്ലാവരും സഹായിച്ചിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥന, ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് ബൈബിൾ ഒരുപാട് വായിക്കാൻ പറ്റി. പള്ളിയായിട്ട് ഒരുപാട് എനിക്ക് പള്ളിയും കുർബാനയായിട്ട് അപ്പം എനിക്ക് ഒരുപാട് അടുത്ത് ഞാൻ. അപ്പോൾ എനിക്ക് ഒക്ടോബർ മാസത്തിൽ, ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ എനിക്ക് റാലിയിൽ ഞാൻ 2 കൊല്ലം പോയി, 3ാമത്തെ കൊല്ലമാണ് റാലിയിൽ പങ്കെടുത്തത്. അപ്പോൾ റാലിയിൽ പങ്കെടുക്കാനായിട്ട് ഒരുപാട്, അപ്പോൾ എനിക്ക് 1 മാസം കൊന്ത കൂടി
ഇത് റാലിയിൽ പങ്കെടുക്കണം എന്ന് വിചാരിച്ചത്. അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് 1-ാം തീയതി തുടങ്ങി 31-ാം തീയതി വരെ എനിക്ക് കൊന്തേ പങ്കെടുത്ത് ഈ റാലിയിലും പങ്കെടുക്കാൻ പറ്റി. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരത്തിയും കൂടി വന്നിട്ടാണ് ഞാൻ ഈ റാലിയിൽ പങ്കെടുത്തത്. മാതാവിന് ഈശോയ്ക്ക് ഒരുപാട്. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ ലഭിച്ച അനുഗ്രഹത്തിന് മാതാവിനും തിരുക്കുമാരനും ദൈവത്തിനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് മെർലിൻ മാത്യു. ഇതെൻ്റെ ഹസ്ബൻഡ് അമൽ ജോർജ്. ഞങ്ങളുടെ കുഞ്ഞ് ലൂയിസ് ജോർജ് അമൽ. ഞങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം 2019 2019 ഡിസംബർ 5-ാം തീയതിയാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം 2019 ഫെബ്രുവരി 4 ഞങ്ങളുടെ വിവാഹം. വിവാഹത്തിന് ശേഷം 2 ആഴ്ച ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് അദ്ദേഹം ന്യൂസിലൻഡിലായിരുന്നു. ന്യൂസിലൻഡിലേക്ക് തിരിച്ചു പോയതിന് ശേഷം ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു, ഹസ്ബൻഡിൻ്റെ ന്യൂസിലൻഡിലേക്ക് പോകാൻ വേണ്ടി. പക്ഷേ വിസ ഇട്ടതിന് ശേഷം വിസ ലഭിക്കുന്നില്ലായിരുന്നു. ഇമിഗ്രേഷനിൽ ചോദിക്കുമ്പോൾ വെയിറ്റിംഗ് ആണ്, ബാക്ക്ലോഗാണ്, വിസ ലഭിക്കാൻ സമയമെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ 2-3 മാസം കുറച്ച് മാസം എടുത്തു, വെയിറ്റിംഗ് തന്നെയായിരുന്നു. അങ്ങനെ ഒക്ടോബർ 2019 എൻ്റെ വിസ റിജക്റ്റ് ചെയ്തു. അപ്പോൾ റിജക്റ്റ് ചെയ്യാനുള്ള കാരണം അവർ പറഞ്ഞത് ഞങ്ങൾ അറേഞ്ച്ഡ് മാരേജിന് ആവശ്യത്തിനുള്ള പ്രൂഫില്ല, അതുകൊണ്ട് വിസ റിജക്റ്റ് ചെയ്യുന്നു എന്നായിരുന്നു പറഞ്ഞത്. വിസ റിജക്റ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന തന്നെ മതിയല്ലോ വിസ കിട്ടാൻ എന്ന് ഓർത്തുകൊണ്ടിരുന്നു. പക്ഷേ ആ സമയത്ത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ചേച്ചി കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമല്ലോ എന്നോർത്ത് മടി പിടിച്ചിരുന്നു. പക്ഷേ വിസ റിജക്റ്റ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി, എന്തൊക്കെ പറഞ്ഞാലും വിസ ഇവിടെ വരാതെ കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുക്കാതെ വിസ ഇനി ലഭിക്കുകയില്ലെന്നൊരു വലിയൊരു തോന്നലുണ്ടായി. അങ്ങനെ ഡിസംബർ 5-ാം തീയതി ഞാനും ഹസ്ബൻഡ് ഉടമ്പടി എടുക്കാൻ വേണ്ടി അവിടുന്ന് വന്നു. അങ്ങനെ ന്യൂസിലൻഡിൽ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 5-ാം തീയതി ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അതുവരെ കാശുരൂപം വെച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പത്രം എല്ലാവർക്കും വിതരണം ചെയ്തു. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോകാനുള്ള ഡേറ്റ് ഓൾറെഡി ബുക്ക് ചെയ്താണ് വന്നത്. അങ്ങനെ അദ്ദേഹം ഡിസംബർ 19-ാം തീയതി തിരിച്ചു പോകാൻ വേണ്ടിയാണ് ബുക്ക് ചെയ്തത്. അങ്ങനെ 15-ാം തീയതി ആയപ്പോഴേക്കും എനിക്ക് വിസ ലഭിച്ചു. അത് വക്കീൽ വഴിയാണ് ഇട്ടത്. പക്ഷേ വക്കീൽ പറഞ്ഞു ഒരു കാരണവശാലും വിസ കിട്ടിയില്ലെന്ന് പറഞ്ഞതാണ്. പക്ഷേ മാതാവിൻ്റെയോ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന് തോന്നുന്നു വിസ ലഭിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് 2-3 ദിവസത്തിന് മുമ്പ് വിസ ലഭിച്ച് ഞാനും ഹസ്ബൻഡും കൂടെ ഡിസംബർ 19-ാം തീയതി ഞങ്ങൾ ന്യൂസിലൻഡിലേക്ക് പോയി. അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം തന്നു. അതിനുശേഷം ഹസ്ബൻഡ് അവിടെ ന്യൂസിലൻഡിൽ ഏവിയേഷൻ ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന് പാർട്ട് ടൈം ജോലി ആയിട്ടാണ് ലഭിച്ചത്. പാർട്ട് ടൈം ജോലി ലഭിച്ചതിന് ശേഷം സാധാരണഗതിയിൽ ഒരു 2-2.5 മാസം കഴിയുമ്പോൾ ഫുൾ ടൈമിന് വേക്കൻസി വരുന്നതാണ്. പക്ഷേ അദ്ദേഹം ജോലി ചെയ്തേണ്ട സമയത്ത് കോവിഡ് ആയതുകൊണ്ട് ലോക്ക്ഡൗൺ ആയിരുന്നു, ഫുള്ള് എയർപോർട്ടൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ഫുൾ ടൈമിൻ്റെ വേക്കൻസി ഒന്നും വരുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പക്ഷേ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, തൈലം പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഫുൾ ടൈം വേക്കൻസി വന്നപ്പോൾ തന്നെ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. കാരണം കോവിഡ് സമയമാണ്, ലോക്ക്ഡൗൺ ആണ്, എയർപോർട്ട് വർക്ക് ചെയ്യുന്നില്ല. ആ വർക്ക് ചെയ്യാത്ത സമയത്തും വേക്കൻസി വന്നല്ലോ എന്നോർത്ത് ഞങ്ങൾ ഭയങ്കര അത്ഭുതപ്പെട്ടു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ പേര് അപ്ലൈ ചെയ്യാനും ഉണ്ടായിരുന്നു. അപ്ലൈ ചെയ്തതിന് ശേഷം ഇൻ്റർവ്യൂവിന് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് മാത്രം ആ വേക്കൻസിയിൽ ജോലി കിട്ടി. മാതാവും തിരുക്കുമാരും ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. കോവിഡ് ആയതുകൊണ്ട് എൻ്റെ പേരൻസിന് ആർക്കും വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ എനിക്ക് അത്രയും ടെൻഷനൊന്നും തോന്നിയില്ല തുടക്കത്തിൽ. അങ്ങനെ കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ 9 മാസം വരെ ഞാൻ ജോലി ചെയ്തു. 9 മാസത്തിൽ ലീവ് എടുക്കുന്നതിൻ്റെ കുഞ്ഞുണ്ടാകുന്നതിന് 1 മാസം മുമ്പ് ഞങ്ങൾക്ക് അവിടെ ന്യൂസിലൻഡിൽ കോവിഡ് കേസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലോക്ക്ഡൗൺ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ കറക്റ്റ് കുഞ്ഞുണ്ടാകുന്നതിൻ്റെ 1 മാസമായപ്പം ലോക്ക്ഡൗൺ വന്നു. അവിടെ ഒരു കേസ് വന്നിട്ട് ലോക്ക്ഡൗൺ ആയി ഫുള്ള്. ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ ഫ്രണ്ട്സ് എല്ലാവരും ആർക്കും ഞങ്ങളെ
ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കംപ്ലീറ്റ്ലി ആർക്കും നമ്മളെ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നു. കംപ്ലീറ്റ്ലി ലോക്ക്ഡൗൺ ആയി. അങ്ങനെ എനിക്ക് അപ്പോഴെ ഒരു ടെൻഷനായി തുടങ്ങി. പക്ഷേ കാശുരൂപ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കൊന്തയിലിക്കൊണ്ടിരുന്നു. മാതാവ് എനിക്ക് ശക്തി തരാൻ. എനിക്ക് അങ്ങനെ അത്ര ധൈര്യമുള്ള ഒരാളല്ല. മാതാവ് ഒരുപാട് എനിക്ക് ശക്തി ആ സമയത്ത് തന്നുകൊണ്ടിരുന്നു. പേരൻസ് ഇല്ലാത്തതിൻ്റെ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞുണ്ടായ സമയത്ത് അപ്പം 40 വീക്സിൽ കുഞ്ഞുണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ കുഞ്ഞ് 40 വീക്സ് ആയിട്ടും വന്നില്ല. പിന്നെ 42 വീക്സ് ആയപ്പോഴേക്കും അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. 42 വീക്സിൽ എനിക്ക് ഇൻഡ്യൂസ് ചെയ്തപ്പോഴേക്കും കോംപ്ലിക്കേഷൻ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് കുഞ്ഞ് ഡിസ്ട്രെസ് ആയിക്കൊണ്ടിരുന്നു. പക്ഷെ ആദ്യമേ ഡിസ്ട്രെസ്സായി. അപ്പോൾ ഹാർട്ട് ബീറ്റ് 90ലേക്ക് പോയി. അങ്ങനെ പിന്നെ ഡിസ്ട്രെസ്സായി. അപ്പോൾ അവർ പറഞ്ഞു ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ചിലപ്പോൾ സിസേറിയൻ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാലും അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചി അവിടെ ജോലി ചെയ്യുന്നായിരുന്നു. ആ ചേച്ചി അന്ന് ഓഫ് ഡേ ആയിരുന്നു. ചേച്ചി വീട്ടിലായിരുന്നപ്പോൾ ചേച്ചി പ്രാർത്ഥിക്കുന്ന ചേച്ചി പെട്ടെന്നൊരു തോന്നലുണ്ടായി, എന്നെ വന്ന് കാണണമെന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ ആ ചേച്ചി കാണാൻ വന്നപ്പോഴേക്കും ആ ചേച്ചി ആ പ്രഗ്നൻസി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അല്ല, വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. പെട്ടെന്ന് ചേച്ചിക്ക് എന്തോ ഇങ്ങനെ ഇത് നോക്കിയപ്പോഴേക്കും കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് ലോയിൽ 40 പൊക്കോണ്ടിരിക്കുന്നതായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. പെട്ടെന്ന് മിഡ്വൈഫ് ഇത് ശ്രദ്ധിച്ചിരുന്നില്ല. മിഡ്വൈഫിനെ ചൂണ്ടിക്കാണിച്ചു ഇതെന്താ ഹാർട്ട് ബീറ്റ് 40ലേക്ക് പൊക്കോണ്ടിരുന്നത്. അപ്പോഴാണ് മിഡ്വൈഫ് പെട്ടെന്ന് ഇത് ശ്രദ്ധിച്ച ശേഷം അപ്പോൾ പറഞ്ഞു പെട്ടെന്ന് ഡോക്ടേഴ്സിനൊക്കെ വിളിച്ചു. പെട്ടെന്ന് എമർജൻസി ആയിട്ട് C-സെക്ഷൻ ആയിട്ട് കൊണ്ടുപോയി. അങ്ങനെ ഒത്തിരി നേരം ഹാർട്ട് ബീറ്റ് ലോയിൽ പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് അവർക്ക് ഒരു ഭയങ്കര ഡൗട്ടായിരുന്നു കുഞ്ഞിനെ നോർമലായിട്ട് കിട്ടുമെന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ സിസേറിയൻ ചെയ്തു. ഞാൻ ബോധാവസ്ഥയിൽ വന്നപ്പോഴേക്കും എന്നോട് മിഡ്വൈഫ് പറഞ്ഞു ഭയങ്കര അത്ഭുതകരമായ കുഞ്ഞിനെ കിട്ടിയത്. ഞങ്ങൾ ഓർത്തു എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻ ഉറപ്പായിട്ട് കാണുമെന്നാണ് ഓർത്തത്. പക്ഷേ കുഞ്ഞ് പുറത്ത് വന്നപ്പോൾ ഒരു കോംപ്ലിക്കേഷൻ ഇല്ല, നോർമലായിട്ട് കുഞ്ഞ് വളരെ ആരോഗ്യത്തോടെയാണ് കുഞ്ഞിരുന്നതെന്ന് അവർ പറഞ്ഞു. അങ്ങനെ മാതാവ് തക്ക സമയത്ത് എൻ്റെ പ്രതിസന്ധിയിൽ ഇടപെട്ട് ഞങ്ങൾക്ക് കുഞ്ഞിന് ഒരുപാട് നന്ദി പറയുന്നു. നാലാമതായിട്ട് മാതാവിൻ്റെ മധ്യസ്ഥ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം, ഞങ്ങൾക്ക് അവിടെ ന്യൂസിലൻഡിൽ വീട് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 2-3 തവണ ലോൺ അപ്ലൈ ചെയ്തിട്ടും റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ റിജക്റ്റ് ആയപ്പോഴും പക്ഷെ ഞങ്ങൾക്ക് ഒരു വിഷമമില്ലായിരുന്നു. ദൈവത്തിൻ്റെ സമയമായി കാണില്ല എന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴും പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങൾക്കൊരു തോന്നലുണ്ടായി, ഒരു പ്ലോട്ട് വല്ലതും മേടിക്കുക, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ച് പെട്ടെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അത് നടക്കുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ വക്കീൽ വഴിയും അങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ മേടിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കൃപാസന മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു പ്ലോട്ട് മേടിക്കാനുള്ള അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്നു. എല്ലാ അനുഗ്രഹത്തിനും മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് മറ്റുള്ളവരെ സഹായിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ടായിരുന്നു. പറ്റുന്നതുപോലെ സാമ്പത്തികപരമായി പാവങ്ങളെ സഹായിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ടായിരുന്നു. അതുപോലെ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ആത്മീയമായിട്ട് കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ദൈവമായിട്ട് എപ്പോഴും കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. കൃപാസനം ഉടമ്പടി എടുത്തതിന് ശേഷം ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു ഇടപെടലും അനുഭവവും എനിക്ക് എപ്പോഴും തോന്നാറുണ്ടായിരുന്നു. ബൈബിൾ അങ്ങനെ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ബൈബിൾ എന്നും വായിക്കുകയും രാവിലെ തൊട്ടൊക്കെ വായിച്ച് എഴുതിയൊക്കെ വചനം എഴുതി പഠിക്കാനൊക്കെ ഭയങ്കരമായിട്ടൊരു തോന്നലുണ്ടാകുകയും ഒരുപാട് ദൈവത്തെക്കുറിച്ച് പഠിക്കാനൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകാൻ ഉള്ള കൃപ മാതാവ് തന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹിച്ച മാതാവിനും തിരുക്കുമാരനും ഒരുപാട്. പ്രസാദ മാതാവിൻ്റെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായിട്ട് ഉയർത്തതിന് ആദ്യം തന്നെ അമ്മയോടും തിരുകുമാരനോടും കോടാനുകോടി നന്ദി പറയുകയാണ് ഈ നിമിഷം. എൻ്റെ പേര് ജെയ്സൺ എന്നാണ്. എൻ്റെ വീട് പെരുമ്പാവൂർ ശൈലാമറ്റം. എൻ്റെ ഇടവക സെൻറ്റ് ജോർജ് ചർച്ച് പെരുമ്പാവൂർ. എൻ്റെ രൂപത വിജയപുരം കോട്ടയം. എനിക്ക് രോഗസൗഖ്യങ്ങളും അതുപോലെ തന്നെ ആത്മീയമായ വളർച്ചയും ഉടമ്പടിയോടുകൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ എനിക്ക് മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു. എനിക്ക് അത് 10 വർഷത്തിനടുത്തായിട്ട് ഉണ്ടായിരുന്നു. ലൈറ്റ് അടിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഒച്ചത്തിൽ ശബ്ദം അല്ലെങ്കിൽ ശബ്ദം ചെറിയ രീതിയിലാണെങ്കിലും കേൾക്കുമ്പോഴും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നൊരവസ്ഥയായിരുന്നു. പിന്നെ
ഞാൻ വേദന സഹിക്കാൻ പറ്റാത്ത കാരണമാണ് ചില സമയങ്ങളൊക്കെ ഭിത്തിമയൊക്കെ തലയൊക്കെ അടിക്കുന്ന ഒരു ഇതുണ്ടായിട്ടുണ്ട്, ആ ഒരു പെയിൻ റിലീവ് ആവാൻ വേണ്ടിയിട്ട്. ഉടമ്പടി വസ്തുവായിട്ടുള്ള നമ്മുടെ വിശുദ്ധ തൈലം അമ്മയാണ് എനിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് വിശുദ്ധിയോടുകൂടി എനിക്ക് ആ കുരിശ് തലയിൽ നെറ്റിയിൽ കുരിശ് വരച്ച് തന്ന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വിശുദ്ധ തേരും എനിക്ക് തന്നു. അത് സ്വീകരിച്ച ആ നിമിഷം തന്നെ എനിക്ക് ആ അസുഖം എന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അമ്മ മാതാവ് വഴി ഈശോ തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു അത്. പിന്നെ ഞാൻ കൃപാസനത്തിലേക്ക് വരാനായിട്ടുള്ള സാഹചര്യം എന്ന് പറയണത്, ഞാൻ ശരിക്കും +2 വരെ അത്യാവശ്യം പള്ളിയിൽ സൺഡേ ക്ലാസ്സിലൊക്കെ മുടങ്ങാണ്ട് പോവുകയും സൺഡേ സ്കൂളിൻ്റെ ലീഡറൊക്കെ ആയിട്ടും പിന്നെ യൂത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രവർത്തിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മുടെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പല കാര്യങ്ങൾ സുഹൃത്തുക്കൾക്കും പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തു. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയ്ക്കാണെങ്കിലും ജപമാലയ്ക്കാണെങ്കിലും കൊടുക്കേണ്ടതായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും അലസമായ രീതിയിലായിരുന്നു. എന്നാൽ വിശ്വാസം ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിശ്വാസം എനിക്കില്ല. യഥാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് വേണ്ടി ഞാൻ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് അതുപോലെയാണ്. അത് എനിക്ക് കാപട്യം എന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്നോട് അമ്മയൊക്കെ ആണെങ്കിലും സന്ധ്യാപ്രാർത്ഥന ഞാൻ എൻ്റെ ഓർമ്മ വെച്ച സമയത്ത് തുടങ്ങി അമ്മ ജപമാല അങ്ങനെ മുടങ്ങാറില്ല വീട്ടിൽ. പക്ഷെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ അത്ര പ്രാധാന്യം ഞാൻ കൊടുക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് ജപമാലയ്ക്കെല്ലാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ റിയലൈസ് ചെയ്ത് തുടങ്ങി, ഞാൻ വിശുദ്ധ കുർബാന പങ്കെടുക്കാനായിട്ടുള്ള ആഗ്രഹം എന്നിൽ വന്നു. പിന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ഇപ്പോൾ ദിവസങ്ങളിൽ പോകുന്ന സമയങ്ങളിലാണെങ്കിലും എല്ലാ ദിവസവും അടുപ്പിച്ച് എനിക്ക് കുർബാന സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എന്തോ ഒരു കുറവ്, എന്തോ എന്നെ പിടിച്ചു വലിക്കുന്ന എന്തോ ഉണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ആ സമയത്ത് 2 ദിവസം പോയി കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം പിന്നെ എനിക്ക് പോകാൻ പറ്റണില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കുന്നതൊക്കെ ആണെങ്കിലും ലേറ്റായിട്ടൊക്കെ തന്നെയായിരുന്നു. ഒത്തിരി ലേറ്റൊക്കെ ആയിട്ടായിരിക്കും. ചില വർക്കിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ വരും, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ കൂടുതലും സിനിമകൾ, റീൽസ്, ഇപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ അറിയാം, സോഷ്യൽ മീഡിയകൾ കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് അങ്ങനെയുള്ളതിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നുള്ള ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ ഈ 3 ദിവസം കുർബാനയ്ക്ക് പോയി സ്വീകരിച്ചു. 4-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും പിന്നെ പോകാൻ പറ്റണില്ല, എന്തോ ഒന്ന് പിടിച്ച് വലിക്കുന്നത് പോലെ. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുവാണ്, വീട്ടിലിരിക്കുന്ന പുസ്തകങ്ങൾ, ആവശ്യത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് ആവശ്യത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്ത് ഒഴിവാക്കാം എന്നുള്ളത് മനസ്സിലിങ്ങനെ തോന്നുവാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എല്ലാം വീട് മൊത്തം ഉള്ളതെല്ലാം കളക്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ഉടമ്പടി പത്രം എൻ്റെ കയ്യിൽ കിട്ടി. ഉടമ്പടി പത്രം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ വഴി തിരിയുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് കൃപാസനത്തിലൊന്ന് വരണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ തോന്നി. അപ്പോൾ അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഞാനും അമ്മേനോട് കൂടി ഇവിടെ വന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു, ആ കസേരയിൽ ഞാൻ ഇരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി തുടങ്ങി. അപ്പോൾ അത് വന്നതിന് ശേഷം വീട്ടിൽ ഒരു നമ്മുടെ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടയ്ക്കാനൊക്കെ എന്നോട് തോന്നുവാണ്. അപ്പോൾ ഞാനത് തുണിയിൽ വെള്ളം മുക്കിയിട്ട് തുടയ്ക്കുകയൊക്കെ ചെയ്തു. തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു പ്രകാശമൊക്കെ അതിൽ വരുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ അതിന് ശേഷം ഉടമ്പടിക്ക് വേണ്ടിയിട്ട് എനിക്ക് യോഗ്യത ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു 2 മാസത്തിനടുത്ത് ഞാൻ അതിന് വേണ്ടിയിട്ട്, അപ്പോൾ ആ സാക്ഷ്യങ്ങളാണെങ്കിലും അച്ഛൻ്റെ ടോക്കുകളൊക്കെ ആണെങ്കിലും യൂട്യൂബിൽ വരുന്നതിനല്ല, അപ്പം ഞാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ കൃപാസനത്തിൽ വരുന്നത് കാര്യങ്ങളെല്ലാം കേൾക്കാനും നമ്മുടെ അമ്മ മാതാവ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടും എനിക്ക് യോഗ്യത ഉണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ശ്രമിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം എനിക്ക് ഒരാഴ്ച എനിക്കൊരു സ്പിരിച്വലി അത്യാവശ്യം നല്ല രീതിയിൽ കുർബാന കാണാനും നല്ല ആത്മീയമായിട്ടുള്ള ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് കുർബാന കാണാൻ പോകാനും അതനുസരിച്ചിട്ട് പ്രാർത്ഥനകൾ പങ്കെടുക്കാനുമായിട്ട് സാധിച്ചു. എൻ്റെ ബർത്ത്ഡേയുടെ ആ മാസം, അതായത് ആഗസ്റ്റ് 1-ാം തീയതി, എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് സ്വർഗ്ഗാരോഹണ തിരുനാളിൻ്റെ അന്നാണ്. അപ്പോൾ എനിക്ക് ആഗസ്റ്റ് 1-ാം തീയതി തന്നെ ഇവിടെ വരണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അപ്പോൾ തലേന്ന് തന്നെ എനിക്ക് അതിന് വേണ്ടിയിട്ട് അമ്മ ക്രമീകരിക്കുമായിരുന്നു. അതായത് പരിശുദ്ധ അമ്മ വരുന്ന കാര്യങ്ങളെല്ലാം, അതായത് ഏത് ഡ്രസ്സ് ഇടണമെന്ന് പോലും എന്നെക്കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയായിരുന്നു ചെയ്തത്.
അതിനുശേഷം അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് 10-11 മണി അല്ലെങ്കിൽ നമ്മൾ ലേറ്റായിട്ടാണ് മീൻസ് എണീക്കുന്നത് ഒക്കെ പോലും. അപ്പോൾ ആ സമയത്ത് അമ്മ 3 മണിയായപ്പോഴേക്ക് എന്നെ വിളിച്ച് എണീപ്പിച്ചു. 3 മണിക്ക് എന്നെ വിളിച്ച് എണീപ്പിച്ച് ട്രെയിൻ കയറി. ഞാനിവിടെ വരാൻ വേണ്ടിയിട്ട് ട്രെയിൻ കയറി. ചേർത്തല എത്തിക്കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ആ സമയത്ത് എന്നോട് ഇങ്ങനെ പറയുകയാണ്, എനിക്കത് കേൾക്കാം, അതായത് നീ കൃപാസനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നീ എവിടെ ഇറങ്ങിയാലായിരിക്കും നിനക്ക് എത്രയും പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കുക എന്നുള്ളത് നീ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് നോക്കിയ സമയത്ത് നമ്മുടെ മാരാൽക്കുളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേർത്തല കഴിഞ്ഞുള്ള നെക്സ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് ഇവിടുന്ന് 6 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റോപ്പാണ്. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്ത് ഇവിടെ വന്നു. കറക്റ്റ് 5 മിനിറ്റ് ഉള്ളപ്പോഴാണ് നമ്മുടെ ഇവിടെ ഉടമ്പടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മ കൃത്യമായിട്ട് എന്നെ കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. അതിനുശേഷം ക്ലാസ്സിൽ കയറി ക്ലാസ്സിലെ ഓരോ കാര്യങ്ങൾ അച്ഛൻ പറയുന്ന ടോക്കുകളൊക്കെ കേട്ടപ്പോൾ ഫുൾ ഇമോഷണലി ഡൗൺ ആയിപ്പോയി. കാരണം നമ്മൾ കണ്ട കാഴ്ചപ്പാടുകളൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജീവിക്കേണ്ട രീതികൾ എങ്ങനെയായിരുന്നു എന്നും ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതും വ്യക്തമായിട്ടുള്ള ക്ലിയർ പിക്ചറാണ് ഉടമ്പടി ക്ലാസ്സിൽ കിട്ടിയിരുന്നത്. അപ്പോൾ അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ സമയത്ത് നമുക്ക് അറിയാം, നമ്മൾ അമ്മേനെയും തിരിയൊക്കെ നമുക്ക് പിടിക്കാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ അവിടെ വന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫുള്ളി ഇതായി. അപ്പോൾ എനിക്ക് കിട്ടിയത് അമ്മേനെ തന്നെയായിരുന്നു പിടിക്കാനായിട്ട്. അങ്ങനെ അമ്മേനെയും വഹിച്ചുകൊണ്ട് എനിക്ക് വരാനുള്ളൊരു അവസരം അമ്മ തന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് നിയോഗങ്ങൾ ഞാൻ എഴുതി കൊടുത്തതിലും ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പോഴാണെങ്കിലും ഇനി അങ്ങോട്ടേക്കാണെങ്കിലും ഞാൻ എഴുതിയതെന്ന് പറയുന്നത് ആത്മീയമായിട്ട് ജീവിക്കണം എന്നുള്ള കാര്യമാണ്. വിശുദ്ധിയോടുകൂടി ജീവിച്ച് മരിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. അത് ചിലപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ ഞാൻ വീട്ടിൽ ഉടമ്പടി എടുത്തതിന് ശേഷം വന്നതിന് ശേഷം അമ്മ തന്നെ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താണ് പറ്റിയതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. കാരണം ഡെയിലി എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു, പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കാത്ത ഒരാൾ അങ്ങനെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ പറയും. എല്ലാവരും പറഞ്ഞു. ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ എൻ്റെ കൂടെ ഞാൻ വർക്കിന് പോകുന്ന സമയത്ത് ഇപ്പോൾ ഞായറാഴ്ചകളിലൊക്കെ കുർബാനകളൊന്നും മുടക്കാൻ എനിക്ക് ഒട്ടും പറ്റില്ല. കാരണം ഞാൻ എങ്ങനെയാണ് ബ്രീത്തിങ് എടുക്കുന്നത്, ഞാൻ ഒരു ശ്വാസം വലിക്കുന്നത് എങ്ങനെയാണ് അതുപോലെയാണ് എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അപ്പോൾ അത് മുടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ ശ്വാസം നിലച്ച് പോണ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വന്ന ചേഞ്ചസൊക്കെ കണ്ടപ്പോൾ ആദ്യമൊക്കെ അമ്മയ്ക്കാണെങ്കിലും അത് ഇവനെന്തോ പറ്റിയിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ആദ്യം. ഇവനെന്തോ കുഴപ്പമൊക്കെ ഉണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നെ അതിനുശേഷം അമ്മ റിയലൈസ് ചെയ്തു ഇവൻ കൃത്യമായിട്ടുള്ള കരങ്ങളിലേക്ക് സുരക്ഷിതമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്, അതിൻ്റെ ആണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് വീട്ടുകാർക്കും സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് കിട്ടിയ വിശുദ്ധമായിട്ടുള്ള ഉപ്പ് ഉപയോഗിച്ചിട്ട് അത് എനിക്ക് ഈ വെള്ളം ഉപയോഗിക്കുന്ന സമയങ്ങളിൽ, അതായത് കുളിക്കാനൊക്കെ ആണെങ്കിലും വെള്ളം ഉപയോഗിക്കുമ്പോൾ അതൊരു അലർജി പോലെ ഒരു ചൊറിച്ചിൽ പോലെയൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ വിശുദ്ധ കുർബാന കണ്ടിട്ട് ആ വിശുദ്ധിയോടുകൂടി വന്നിട്ടാണ് ആ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്കത് ചെയ്യുമ്പോൾ നമ്മൾ അത്രത്തോളം നമുക്ക് റിസൾട്ടുകൾ നല്ല രീതിയിൽ വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് കൂടുതലായിട്ട് ആത്മീയമായിട്ടും നമുക്ക് കൂടുതൽ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോ പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ വിശുദ്ധ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിന് ഫലമായിട്ട് എനിക്ക് ആ ഒരു പ്രശ്നം മാറിയതായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് വരെ ഞാൻ ചൂടുവെള്ളമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കുളിക്കുന്ന സമയങ്ങളിലെല്ലാം. അപ്പോൾ എപ്പോഴും ചൂടുവെള്ളം ഉപയോഗിച്ച സ്കിന്നിന് എത്രത്തോളം പ്രശ്നമുണ്ടെന്നുള്ളത് അറിയാലോ. അപ്പോൾ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചതിന് ഫലമായിട്ട് എനിക്ക് അങ്ങനെ ഒരു രോഗസൗഖ്യം കൂടി അമ്മ മാതാവ് വഴി ഈശോ എനിക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട്. 10 വർഷത്തോളമായിരുന്നു മൈഗ്രെയിൻ്റെയും അതുപോലെ ഈ അലർജിക്കായിട്ടുള്ളൊരു പ്രോബ്ലം എനിക്ക് ഉണ്ടായിരുന്നത്. അതാണ് സമയചുരുക്കത്തിൻ്റെ അമ്മ മാതാവ് വഴി ഈശോ എനിക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹം. പിന്നെ വീട് പണി 13 വർഷമായിട്ട്, അതായത് വീടിന് മുകളിലേക്ക് പണി സ്റ്റാർട്ട് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലായിരുന്നു. അപ്പോൾ എത്രത്തോളം നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയാലും നമുക്കുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും അത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ച് വീട്ടിൽ വന്ന് വിശുദ്ധ ഉപ്പ് എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ വീടിൻ്റെ ഒരു ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് ഞാൻ കൊണ്ടുവന്ന് ഇട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയണത്, എൻ്റെ ഭവനമല്ല ഇത് അമ്മ മാതാവും ഈശോയും ത്രിയേകദൈവവും വസിക്കുന്ന ഒരു ആലയമായിട്ട് വേണം ഇത് മാറ്റാനായിട്ട്. അവിടെ ദാസനായിട്ട് നിൽക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നും പറഞ്ഞിട്ടാണ് ഞാനത് അവിടെ ഇട്ടത്. ഇന്ന് ഞാൻ
ആഗ്രഹിക്കണം അത് തന്നെയാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം വീടിന് പണി വിചാരിക്കുന്നതിനേക്കാൾ ഇതായിട്ടായിരുന്നു ഫ്രണ്ടിലേക്ക് വന്നത്. നമ്മൾ സമയചുരുക്കത്തിൻ്റെ ആ ഒരു ഇടപെടൽ ശരിക്കും ഞാൻ അവിടെ കാണുക തന്നെയാണ് ഉണ്ടായിരുന്നത്. അമ്മ മാതാവ് വഴി ഈശോ ചെയ്ത വലിയൊരു അനുഗ്രഹമായിരുന്നു. അതോടൊപ്പം തന്നെ വീടിൻ്റെ മതിലിൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീടിൻ്റെ മതിലിൻ്റെ പണി ഇതുപോലെ തന്നെ അമ്മ അത് ചെയ്യാനായിട്ട് അമ്മ തന്നെ ചെയ്തതായിട്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വീടിൻ്റെ അടുത്തുള്ളവർ നമ്മൾ ഇറക്കിയാണ് പണിത് എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിലൊക്കെയുള്ള ഒരു ക്ലാഷ്. അപ്പോൾ ആ സമയത്തൊന്നും ഞാനില്ല. അപ്പോൾ അമ്മയും അപ്പച്ചനുമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വല്ലാത്ത രീതിയിൽ സങ്കടം ഉണ്ടായി. കാരണം അതായത് ഹൈറ്റ് ഇല്ലാത്ത രീതിയിലായിരുന്നു ആദ്യം കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുകളിലേക്ക് കല്ല് വേറെ വെച്ച് നമ്മൾ പൊക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പള്ളിയിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുർബാനെല്ലാം കഴിഞ്ഞ് ആരാധനയുടെ സമയത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഇരിക്കുന്ന സമയത്ത് എന്നോട് ഒരു ശബ്ദം ഞാൻ കേൾക്കാണ്, എടാ നീ വീട്ടിലിട്ട് പോകുന്ന ഒരു ശബ്ദം ഞാൻ കേൾക്കാണ്. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ അങ്ങനെ കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മീയമായ കാര്യങ്ങളിലേക്ക് നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഇതുണ്ട്, നമ്മൾ ആത്മീയതയ്ക്ക് എഗനസ്റ്റായിട്ട് നിൽക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ. അപ്പോൾ ഞാൻ ഈശോനോടും അമ്മേനോടും പറഞ്ഞു, അമ്മ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എനിക്ക് അമ്മയും ഈശോയും തന്നെയാണ് പറയണമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ പോകാട്ടോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് തന്നെയാണ് അവിടെ ഇറങ്ങിയത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് സങ്കടപ്പെട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിരിക്കണം. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് ജപമാല ചൊല്ലിയാർന്നു ആദ്യം ഞാൻ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു ഇല്ല, ജപമാല ചൊല്ലിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം നമുക്ക് ജപമാല ചൊല്ലാം, അതിനുശേഷം മാത്രം ബാക്കി കാര്യം സംസാരിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അതായത് ജപമാല പോലും ഉപേക്ഷിച്ച് വീടിൻ്റെ അകത്തിരുന്ന എനിക്ക് ഇപ്പോൾ പ്രാർത്ഥനകളില്ലാണ്ട്, അതായത് ദൈവമില്ലാണ്ട് അമ്മ മാതാവും ഈശോയും ഒന്നും ഇല്ലാണ്ട് എനിക്കിപ്പോൾ പറ്റാത്ത ഒരു രീതിയിലേക്ക് എന്നെ ഉയർത്താണ് ചെയ്തേക്കണം ഉടമ്പടി വഴി. അപ്പോൾ അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ജപമാല ചൊല്ലാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് അമ്മ സങ്കടമായി. അതായത് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച സമയം എന്ന് പറയുമ്പോൾ അമ്മ വയ്യാണ്ടിരിക്കുന്ന സമയങ്ങളിലല്ലാണ്ട് അമ്മ ജപമാല താഴ്ത്ത് വെച്ചിട്ടില്ല. ആ അമ്മ ജപമാല എടുക്കാണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും സങ്കടം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ചൊല്ലാം. എന്നിട്ട് ഞാൻ തന്നെ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ പിന്നെ കാണുന്നത് അമ്മ മാതാവ് ആ മതിലിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രങ്ങൾ വാങ്ങിയിട്ട് പള്ളികളിലും കൊടുക്കാറുണ്ട്. ആദ്യത്തെ പ്രാവശ്യം പള്ളി കൊടുത്ത സമയത്ത് ഞാൻ പത്രം കൊടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്തായാലും കൊടുക്കും. നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഉടമ്പടി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കണം, അത് ജീവിതത്തിൽ പ്രവർത്തികമാക്കിക്കൊണ്ട് വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാനിവിടെ വന്നിരുന്നത്. പിന്നെ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും. അതിവിടെ വന്നപ്പോൾ എനിക്ക് സാധിച്ച് കിട്ടി. അപ്പോൾ പത്രം ഞാൻ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ഒരു യുവതിയായിട്ടുള്ള ഒരു കുട്ടിയുടെ വന്നിടത്ത് ചോദിച്ചു, ചേട്ടാ ഈ എല്ലാവരും ഇങ്ങനെ ഉടമ്പടി എടുക്കുന്നുണ്ട്, അവർക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ടെന്ന് ചോദിച്ചു. ലക്ഷ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എന്താണ് എൻ്റെ ലക്ഷ്യമെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയണത് വിശുദ്ധിയോടുകൂടി ആത്മീയമായിട്ട് നല്ല രീതിയിൽ വളർന്നു പോകണം എന്നുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് അതൊരു സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുന്നതാണ്, ജീസസ് യൂത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ആ കുട്ടിയും ജീസസ് യൂത്തിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ആത്മീയമായിട്ടുള്ള രീതിയിൽ അവർക്കും മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പത്രങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഡെയിലി ബ്രെഡ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസായിട്ടും ഗ്രൂപ്പുകളിലേക്കൊക്കെ ആയിട്ട് ഞാൻ നമ്മുടെ ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങളും എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് നമ്മുടെ ഇവിടെ ട്രസ്റ്റിൻ്റെ ഇതിൽ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ചെറിയ രീതിയിൽ, പിന്നെ യാചകർക്കായിട്ടും പിന്നെ ഫുഡിന് വേണ്ടിയിട്ട് എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ചോദിക്കുന്നവർക്കും ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പത്രം കൊടുത്ത സമയത്തുണ്ടായ 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ കൊടുത്ത സമയത്ത് അത് കുറച്ച് റിജക്ഷൻസ് വരും. അപ്പോൾ റിജക്ഷൻസ് വരുമ്പോൾ സന്തോഷത്തോടു കൂടി കുഴപ്പമില്ല, അവർക്ക് അർഹതയുള്ളവരുടെ കയ്യിലേക്ക് ഇത് എത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടിയായിരുന്നു. അതായത് നമ്മൾ കൊടുക്കുമ്പോൾ അത് വേണ്ടാന്ന് പറയുന്നവരെ അവർക്ക് ഇവിടെ എത്തേണ്ടതായിട്ടുള്ള സമയമായിട്ടില്ല, അല്ലെങ്കിൽ അത് അവർക്കുള്ളതല്ല. അപ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. എപ്പോഴും ഞാൻ വിശുദ്ധ കുർബാന കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പത്രം കൊടുക്കാനായിട്ട് ഞാൻ പോവുക. അപ്പോൾ ചില സ്ഥലങ്ങളിൽ എനിക്ക് ഉണ്ടായേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ട് പത്രം കൊടുക്കുന്നത്. അപ്പോൾ ആ കൊടുക്കുന്ന സമയത്ത് ഒരു ചേച്ചി എന്നെ കവർ ചെയ്ത് പോയി.
ആദ്യം ചേച്ചി വേണ്ടാന്ന് പറഞ്ഞാൽ പോയെ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ആ ചേച്ചിക്ക് അല്ല എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചേച്ചി തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, മോൻ എനിക്ക് ആ പത്രം തരാമോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ആ സമയങ്ങളിലെല്ലാം ഒരു നല്ല സാന്നിധ്യങ്ങൾ എനിക്ക് കാണാമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു അമ്മച്ചി ഇതേപോലെ തന്നെ ലോട്ടറി കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ അമ്മച്ചി എന്നോട് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മച്ചിക്ക് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമല്ലോ എന്നുള്ള മനോഭാവത്തോട് ഞാൻ അങ്ങോട്ട് ചെന്നേ. അപ്പോൾ ആ അമ്മച്ചി പറയണം, എനിക്ക് നിൻ്റെ കാര്യങ്ങൾ പത്രം തരാമോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ കാണിച്ചു. നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുന്നത് ഈശോനെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് സാധിക്കണമേ, അതിനുള്ള ആയിരിക്കണേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പത്രങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉടമ്പടിയോട് കൂടി അമ്മ മാതാവ് വഴി ഈശോ ചെയ്യാനായിട്ടുള്ള വലിയൊരു അനുഗ്രഹം തന്നിട്ടുണ്ട്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്കിപ്പോൾ വിശുദ്ധ കുർബാന ഇല്ലാണ്ട് പറ്റൂല. ഒരു ദിവസം പോലും ഞാൻ വിശുദ്ധ കുർബാന മുടക്കൂല. ഞാൻ ട്രാവലിങ് ചെയ്യാറുണ്ട് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോകാറുണ്ട്. ഇപ്പോൾ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ പോകാറുണ്ട്. അപ്പോൾ എനിക്കറിയില്ല എവിടെയൊക്കെ പള്ളി ഉണ്ടെന്നോ അല്ലെങ്കിൽ എവിടെയൊക്കെ ആയിരിക്കും കുർബാന സമയം ഒന്നും അറിയില്ല. പക്ഷേ അമ്മ മാതാവ് വഴി ഈശോ അവിടെയും എനിക്ക് എല്ലാം സജ്ജീകരിച്ച് തന്നിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് വലിയൊരു വിരുന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. അതായത് ആരാധനയോട് കൂടി ജപമാലയോട് കൂടി കുർബാന സ്വീകരിക്കാൻ സാധിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പം അങ്ങനെ ക്രമീകരിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുമ്പസാരം എന്ന് പറയുന്നത് 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കും. ചില സമയങ്ങളിൽ ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തോന്നി, മനസ്സിലൊരു വിഷമം തോന്നി. ചിലപ്പോൾ അമ്മയുടെ ഒരു രൂപം എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ നോക്കുമ്പോൾ അമ്മയുടെ മുഖത്ത് ചെറിയൊരു സങ്കടം കാണുകയാണെങ്കിൽ ഞാൻ ഇരുന്നിട്ട് ഞാനൊരു ബുക്കും പേനെടുത്തിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് ഞാൻ ചോദിക്കും, ഞാൻ എന്ത് കാര്യമാണ് അമ്മ ചെയ്ത് തെറ്റെന്നുള്ള ചോദിച്ചിട്ട് അവിടെ ഇരുന്ന് എഴുതിയിട്ട് അതിൽ എപ്പോഴാണോ അമ്മ ഹാപ്പി ആയിട്ട് അമ്മയുടെ ഫേസ് തെളിഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഞാനത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് അത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പോയി മാക്സിമം അന്ന് തന്നെ പോയി കുമ്പസാരിക്കാൻ വേണ്ടി ഞാൻ നോക്കും. കാരണം നമ്മൾ എത്രത്തോളം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു, സഹനങ്ങളും കാണലെല്ലാം വരും. പക്ഷെ എന്നിരുന്നാലും ആ സഹനത്തിലും അമ്മ മാതാവും ഈശോയും കൂടി കൈ ചേർത്ത് പിടിക്കും. അതാണ് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഇതേപോലെ തന്നെ സഹോദരനും ഒരു രോഗത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യം വന്നിട്ടുണ്ട്. അത് സഹോദരൻ ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ പറയാത്തത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഇറങ്ങി വന്ന് ദൈവം ഇടപെട്ട ഒരു കാര്യമാണ്. അത് സഹോദരനായിട്ട് ഞാൻ വന്ന് ആ സാക്ഷ്യം കൂടി ഞാനിവിടെ കുടുംബസമേതം വന്ന് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാത്തിനും നന്ദി. ഇനിയും ഉടമ്പടി തന്നെ ജീവിക്കാനും ഉടമ്പടിയോട് കൂടി ആയിരുന്നുകൊണ്ട് മുന്നോട്ട് പോകാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.